ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിനായി കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ക്ലാസ് എടുക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ CV ആൻഡ്രൂസ് ആണ്. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളൊക്കെ ഏറ്റവും അനുഗ്രഹമായിരുന്നു. ഇന്ന് രാത്രിയിലും ദൈവം എന്നെ ശക്തമായി ഉപയോഗിപ്പാൻ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, തുടർന്ന് ഇത് സോഷ്യൽ മീഡിയയിലൂടെ യൂട്യൂബിലൂടെ ഒക്കെ കേൾക്കുന്ന എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഒരു അനുഗ്രഹമായി തീരേണ്ടതിനായി കർത്താവിന്റെ ദാസനെ ദൈവശക്തമായി ഇന്ന് രാത്രിയിലും ഉപയോഗിക്കേണ്ടതിനായി നാം എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് ചുരുക്കമായി പ്രാർത്ഥിച്ചാൽ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. വിശ്വസനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവേ. ബൈബിൾ പഠനത്തോടുള്ള ബന്ധത്തിൽ കർത്താവേ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ കർത്താവെ ജോയിൻ ചെയ്യുവാൻ തക്കണം ദൈവടയാക്കി തീർത്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഇന്ന് രാത്രി കാലം കർത്താവെ ക്ലാസ് എടുക്കുന്നതായ കർത്താവിന്റെ ദാസൻ CV ആൻഡ്രൂസ് പാസ്റ്റർക്കായി സ്തോത്രം ചെയ്യുന്നു. അത് ദൈവത്തെ വചനത്തിന് മർമ്മങ്ങളെ വെളിപ്പെടുത്തി തരുവാൻ ഞങ്ങളുടെ ദാസനെ കർത്താവ് പുതിയ അഭിഷേകത്തോടെ നിർത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം വിടുതലായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. ലാൽ പാസ്റ്റർക്കായി, ഷായി പാസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു സിസ്റ്റർ മോളമാസൂരിൽ. ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ CV ആൻഡ്രൂസ് പാസ്റ്ററെ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കും. ദൈവനാമത്തിൽ വന്ദനം. നമ്മുടെ 25ാമത്തെ ലെസണിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. നമ്മൾ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എഫെസോസ് സഭയെക്കുറിച്ച്. അത് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് അത് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിന്റെ 6ഉം 7ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 2-ാം അധ്യായം അതെ 6ഉം 7ഉം വാക്യങ്ങൾ വായിച്ചാട്ട്. എങ്കിലും നിക്കലവ്യരുടെ നടപ്പും നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്, അത് ഞാനും പകയ്ക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പർദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. നമുക്ക് ഇനി 2 വാക്യങ്ങളോടാണ് ഈ എഫെസോസ് സഭയെ കുറിച്ച് പഠിക്കാൻ തക്കമുള്ളത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ആ എഫെസോസ് സഭയ്ക്ക് പറയുന്ന മുഖവരിയും അവരെക്കുറിച്ച് പറയുന്ന പ്രശംസയും അവരുടെ ജീവിതത്തിൽ വന്നതായ കുറ്റത്തെക്കുറിച്ചും ആണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ അവരുടെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രബോധനം, നീ ഏതിന്ന് വീണ്ടിരിക്കുന്നെന്ന് ഓർത്ത് എന്നുള്ള അവർക്ക് കൊടുക്കുന്ന 3 ഗുണദോഷങ്ങളെ കുറിച്ച് പഠിപ്പാൻ തക്കവടിയായി. ഇന്ന് രാത്രികാലം ഈ അഗാപ്പ ബൈബിൾ കോളേജിന്റെ ലീഡേഴ്സ് ആയിരിക്കുന്ന പാസ്റ്റർ ലാലു ജയിക്കുവിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹം കുടുംബമായി ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ ഷാജി കെ ദാനിയൽ, ഡോക്ടർ ഷാജി കെ ദാനിയലിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവം ഈ പ്രവർത്തനങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാ വേദ വിദ്യാർത്ഥികൾക്കും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു. നമ്മൾ വെളിപ്പാട് പുസ്തകം ഓരോന്നും അത് അതിൻ്റെ അക്ഷരം പ്രതി വ്യാഖ്യാനിച്ചാണ് മുൻപോട്ട് പോകുന്നത്. നമ്മൾ ധൃതി വെച്ച് പഠിക്കേണ്ടതായ ആവശ്യമില്ല. പഠിക്കുന്ന വിഷയം സംശയം തീർത്ത് പോകണം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന നിക്കോലാവരുടെ ഉപദേശത്തെ സംബന്ധിച്ചാണ്. അവർക്ക് കൊടുത്ത പ്രബോധനം അത് വളരെ വലിയതാണ്. അത് നീ ഏതിന്ന് വീണിരിക്കുന്നു ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ നീ ഓർക്കണം, നീ മാനസാന്തരപ്പെടണം, ആദ്യത്തെ പ്രവർത്തിക്കണം. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വിശദമായി പഠിക്കുകയുണ്ടായി. 2ഉം 3ഉം അധ്യായങ്ങൾ അതേ കൃപായുഗത്തെ കാണിക്കുന്നു. പെന്തക്കോസ്ത് നാളിൽ സഭ ആരംഭിച്ചിട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് വരെയുള്ള 7 കാലഘട്ടങ്ങളെയാണ് ഈ സഭകളെ ചൂണ്ടിക്കാണിക്കുന്നത്. എഫെസോസിന്റെ കാലഘട്ടം AD 70 മുതൽ ആരംഭിച്ചു എന്ന് നമ്മൾ പഠിപ്പാൻ തക്കവണ്ണമിടയായി. ആ കാലഘട്ടത്തിൽ സംഭവിച്ച അയവിനെ കുറിച്ച്, ആദ്യ സ്നേഹത്തിൽ നിന്ന് മാറിപ്പോയ സഭയുടെ വിവരണമാണ് നമ്മൾ ചിന്തിപ്പാൻ തക്കവണ്ണയായിത്തീർന്നത്. അവരോട് മുഖവരിയായി കർത്താവ് സംസാരിച്ചതിന് ശേഷം 7 കൂട്ടം കാര്യങ്ങൾ അവരെ പ്രശംസിച്ചിട്ട് അവരുടെ കുറ്റവും ചൂണ്ടിക്കാണിച്ചിട്ട് അവരെ യഥാസ്ഥാനപ്പെടുത്തുവാൻ കർത്താവ് പരിശ്രമിക്കുന്ന
അതേ പ്രബോധനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ചിന്തിപ്പാൻ തക്ക ഇടയായി തീർന്നത്. എന്നാൽ ഇന്ന് അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വലിയ നന്മയാണ് നമ്മൾ പഠിപ്പാൻ തക്കണം പോകുന്നത്. അതായത് 2 കൂട്ടം കാര്യങ്ങൾ നമുക്ക് ഇന്ന് പഠിച്ച് അവസാനിപ്പിക്കണം. 6-7 വാക്യങ്ങൾ നിക്കോലാവരുടെ ഉപദേശവും അതുപോലെ തന്നെ അവരുടെ പ്രതിഫലത്തെക്കുറിച്ചും ഈ 2 വിഷയങ്ങൾ പഠിച്ച് നമുക്ക് എഫെസോസ് സഭയെക്കുറിച്ചുള്ള പഠനം അവസാനിപ്പിച്ചിട്ട് അടുത്ത ആഴ്ചയിൽ നമുക്ക് സ്മൃണ സഭയെക്കുറിച്ച് പഠിപ്പാൻ തക്കണം ആരംഭം കുറിക്കണം. നമ്മൾ നിക്കോലാവരുടെ നടപ്പ് എന്ന് പറയുന്നത് എന്താണ്? അത് അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു നന്മയാണ്. നിക്കോലാവരുടെ നടപ്പിനെ നീ പകയ്ക്കുന്നു എന്ന ഒരു കുറ്റം നിനക്ക് എങ്കിലും നിക്കോലാവരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്. ഞാനിപ്പോൾ സൂര്യ ടി വിയിലെ ക്ലാസ് കഴിഞ്ഞ് ഉടൻ തന്നെ ഇതിൻ്റെ അകത്തോട്ട് കയറുകയായിരുന്നു. ഇപ്പൊ യെരുശലേമിലും ഇന്നലെ മുതൽ ഒരു ക്ലാസ് തുടങ്ങാം. ഇസ്രായേലിലൊരു ക്ലാസ് ഉണ്ട്. എന്നാൽ ഇസ്രായേലിന്റെ തലസ്ഥാനമായ യെരുശലേമിലും ഒരു പഠനം ആരംഭിച്ചു. അവർക്കും വെളിപ്പാട് പുസ്തകം വേണം എന്ന് പറഞ്ഞു. 10-30 പേരുണ്ട്, മലയാളികളാണ്. അപ്പം വിശ്രമമില്ലാതെ ഞാൻ കർത്താവിൻ്റെ ഈ വചനം അനേക സ്ഥലങ്ങളിൽ പഠിപ്പിപ്പാൻ ദൈവം സഹായിക്കുന്നുണ്ട്. ഇവിടെ നിക്കോലാവ്യർ എന്നുള്ള ഉപദേശം അതെന്താണെന്നുള്ളത് വിശദമായി പഠിപ്പിച്ചിട്ട് അവർക്കുള്ള പ്രതിഫലത്തെക്കുറിച്ചുകൂടെ നമുക്ക് ചിന്തിക്കാം. ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അതേ വെളിപ്പാട് പുസ്തകം വായിക്കുക പോലുമില്ല, അത് വായിക്കാൻ സാത്താൻ സമ്മതിക്കുകയുമില്ല. എന്നാൽ അതിൻ്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ അടർത്തിയെടുത്ത് പഠിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. നിക്കോലാവരെ കുറിച്ച് അത് നിക്കോലാവിൻ എന്ന് പറയുന്നത് ഒരാളുടെ പേരാണ്. നമ്മൾ അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 6-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ നമുക്ക് ആ വ്യക്തിയെ കാണുവാൻ തക്കൊണ്ട് കഴിയുന്നുണ്ട്. വായിച്ചാട്ട് 6-ാം അധ്യായം 5-ാം വാക്യം. ഈ വാക്ക് കൂട്ടത്തിലൊക്കെയും ബോധ്യമായി വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്റ്റെഫാനോസ്, ഫിലിപ്പോസ്, പ്രക്കലോസ്, നിക്കനോർ, തീമോൻ, പെർമനാസ്, യഹൂദ മതാനുസാരിയായ അന്ത്യോക്യക്കാരൻ നിക്കോലാവോസ് എന്നിവരെ തിരഞ്ഞെടുത്തു. നോക്കണമേ, അവിടെ 7 കൂട്ടരെ തെരഞ്ഞെടുത്ത കാഴ്ചയാണ് നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയുന്നത്. ഇവിടെ അപ്പോസ്തലന്മാരുടെ കാലത്ത് അത് എല്ലാവരും ഏകഹൃദയമായിരുന്ന സന്ദർഭത്തിൽ അവിടെ വലിയ ഒരു പ്രശ്നമുണ്ടായി. അവരെല്ലാവരും അപ്പോസ്തലന്മാർ പറഞ്ഞിട്ടല്ല, ഇവർക്ക് ഉണർവ് കൂടി കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് ചെതറി താമസിക്കേണ്ട, തങ്ങളുടെ വസ്തുവകകളെല്ലാം വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ട് വെച്ചു. അത് അപ്പോസ്തലന്മാർ കൊടുത്ത ഉപദേശമൊന്നുമല്ല, അവർക്കൊരു ഉണർവുണ്ടായ സന്ദർഭത്തിൽ അവർ അപ്രകാരം ചെയ്താണ്. എല്ലാം പൊതുവക എന്ന് എണ്ണി എന്നാണ് അവിടെ വായിക്കുന്നത്. അവര് ഒന്നിച്ച് താമസിക്കുക, ആരാധിക്കുക, ആൾക്കാർ കടന്നു വരുമ്പോൾ രക്ഷിക്കപ്പെടുക. യവന ഭാഷക്കാരുമുണ്ട്, എബ്രായ ഭാഷക്കാരുമുണ്ട്, അവിടെ നിന്ന് എല്ലാം ദൈവമക്കളുണ്ട്, വിധവന്മാരുമുണ്ട്. ഈ 6-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ നമ്മളവിടെ വായിക്കുന്നത് യവനക്കാരുടെ വിധവന്മാർ ഒരുമിച്ചാണ് ഇവരെല്ലാം കഴിക്കുന്നത്, വെച്ചു വിളമ്പുക, പിന്നെ പ്രാർത്ഥിക്കുക, ആരാധിക്കുക. യവനക്കാരുടെ അത് എന്ന് പറഞ്ഞാൽ ഗ്രീക്കുകാരുടെ ഗ്രീസിൽ നിന്ന് വന്ന വിശ്വാസികൾ അവരുടെ ആൾക്കാരെ ഭക്ഷണമേശയെങ്കിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് പറഞ്ഞ് എബ്രായ ഭാഷക്കാർ അപ്രകാരം ചെയ്യുന്നു എന്ന് പറഞ്ഞ് വലിയ ഒരു പ്രശ്നമുണ്ടായി കഴിഞ്ഞപ്പോൾ അത് അപ്പോസ്തലന്മാരുടെ അരിക്കൽ കടന്നു വരികയുണ്ടായി. അപ്പോസ്തലന്മാരുടെ അരിക്കൽ കടന്നു വന്നപ്പോൾ പത്രോസ് പറഞ്ഞ വാചകമാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇടപെടാൻ തക്ക ഒക്കത്തില്ല, ഞങ്ങൾ പ്രാർത്ഥനയിലും വചനത്തിലും ഉറ്റിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ തന്നെ 7 പേരെ നമുക്ക് തെരഞ്ഞെടുക്കാം എന്ന് പറഞ്ഞു. അത് കൂട്ടത്തിനൊക്കെ ബോധ്യമായി. ആ 7 പേരെ ഈ കാര്യങ്ങൾ ശരിയായി ഹാൻഡിൽ ചെയ്യും എന്ന് പറഞ്ഞാണ് ഈ 7 പേരെ തെരഞ്ഞെടുത്തത്. നമ്മളെ ഈ തെരഞ്ഞെടുക്കാൻ തക്കണം ഏൽപ്പിച്ചിരുന്നെങ്കിൽ നല്ല ആരോഗ്യമുള്ളവര്, ടെമ്പൊക്കെ പിടിച്ച് പൊക്കാൻ തക്കണം കഴിവുള്ളവര്, അത് അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരായിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ അതേ പത്രോസ് പറഞ്ഞത് എന്താണെന്നറിയാമോ? നിങ്ങളിൽ തന്നെ ആത്മാവുള്ളവരെ വേണം തിരഞ്ഞെടുക്കാൻ എന്ന് പറഞ്ഞാൽ അഭിഷേകം പ്രാപിച്ചവരെ ആത്മാവുള്ളവരാണ് തിരഞ്ഞെടുക്കുക. ഇതാ ഭക്ഷണമേശ ശുശ്രൂഷിക്കാനാണ്, ചോറും സാമ്പാറൊക്കെ വിളമ്പി കൊടുക്കാനേ, അത് ചെമ്പൊക്കെ പിടിച്ച് പൊക്കാനും ഇത്രയും പേർക്ക് പുരുഷാർത്ഥത്തിന് ഭക്ഷണം കൊടുക്കണ്ടേ. അപ്പൊ ആ തെരഞ്ഞെടുപ്പിൽ അവിടെ പോലും ചെയ്തത് ആത്മാവ് ഉള്ളവരെ വേണം തിരഞ്ഞെടുക്കാൻ. പിന്നെ അവിടെ നമ്മൾ താഴോട്ട് വായിക്കും, 6-ാം അധ്യായം വായിക്കുമ്പോൾ ആത്മാവും വേണം, ജ്ഞാനവും വേണം, പിന്നെ നല്ല സാക്ഷ്യവും വേണം, പിന്നെ താഴോട്ട് വായിക്കുമ്പോൾ വിശ്വാസവും വേണം.
അപ്പൊ ഇങ്ങനെ 4 ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരെയാണ് തെരഞ്ഞെടുത്തത്. നമ്മൾ ആലോചിച്ച് നോക്കി, ഈ വിഷയത്തിൽ പോലും അഭിഷേകം ചിലർക്ക് നല്ല ജ്ഞാനം നല്ല ജ്ഞാനം കാണും, പക്ഷെങ്കിൽ അത് ആത്മാവ് കാണത്തില്ല. ചിലർക്ക് നല്ല ആത്മാവായിരിക്കും, അന്യഭാഷ മാത്രമേ പറയത്തുള്ളൂ, എന്നാൽ നല്ല സാക്ഷ്യം കാണത്തില്ല കേട്ടോ. ചിലർക്ക് വിശ്വാസവും കാണത്തില്ല. അങ്ങനെയുള്ളവർ തിരഞ്ഞെടുക്കാൻ ഈ 4 ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരെ വേണം തിരഞ്ഞെടുക്കാൻ. അങ്ങനെ തിരഞ്ഞെടുത്ത കൂട്ടത്തിൽപ്പെട്ടവരാണ് നമ്മൾ അറിയപ്പെടുന്ന സ്തേഫാനോസും ഫിലിപ്പോസും. നിക്കോലാവിനെ കുറിച്ചൊന്നും നമുക്ക് അത്ര അറിയൊന്നുമില്ല. എന്നാൽ അവിടെ ഒരു തെരഞ്ഞെടുത്ത കൂട്ടത്തിൽ ഒരു അന്ത്യോക്യക്കാരനായ അത് നിക്കോലാവിനെയും തെരഞ്ഞെടുത്തു. ആ നിക്കോലാവൻ സ്ഥാപിച്ച ഒരു ദുരുപദേശമാണ് നിക്കോലാവരുടെ ഉപദേശം പകയ്ക്കുന്നു എന്ന് ഇവിടെ പറയാൻ തക്കോണം ഇവിടെയായി തീർന്നത്. ഈ 7 പേരിൽ 2 പ്രധാനപ്പെട്ട വ്യക്തികളാണ് സ്തേഫാനോസ്. ആദ്യമേ കുശിനിപ്പണിയായിരുന്നു വിചാരിക്കണം, അടുക്കള ജോലിയായിരുന്നു. അങ്ങനെ ആ അവസ്ഥയിൽ നിന്ന പ്രിയപ്പെട്ടവനെ ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിച്ചു. സ്തേഫാനോസ് ജനത്തിന്റെ ഇടയിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചെന്നാണ്. പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു. അവനെ ചോദ്യം ചെയ്യാൻ തക്കൊണ്ണം ന്യായാധിപ സംഘത്തിന് മുമ്പിൽ കൊണ്ട് നിർത്തിയപ്പോൾ ന്യായാധിപ സംഘം ഒക്കെയും അവന്റെ മുഖത്തേക്ക് നോക്കിയ വേളയിൽ അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ ശോഭിച്ചു. അവന്റെ ഒരൊറ്റ പ്രസംഗമേ നമുക്ക് തിരുവനന്തപുരത്ത് കാണുവാൻ തക്കൊണ്ണം കഴിയുന്നുള്ളൂ. ആ ഒരു പ്രസംഗത്തോടുകൂടി തന്റെ ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നു ആ ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ അവനെ കൊല്ലുവാൻ തക്കോണം സമ്മതം മൂടിയൊരു വ്യക്തിയാണ് ശൗല്. ശൗലാണ് അവന്റെ വസ്ത്രമൊക്കെ കാത്തുകൊണ്ടിരുന്നത്, കല്ലെറിഞ്ഞു കൊല്ലുവാൻ തക്കണം. അത്ര മത തീവ്രവാദിയായിരുന്നു ശൗല്. എന്നാൽ തന്റെ മരണത്തോടുകൂടി തന്റെ ജീവിതത്തിന് ഒരു വ്യത്യാസം വരുവാൻ തക്കണം ഇടയായി തീർന്നു. അവൻ 2 പ്രാവശ്യം കർത്താവേ, അതേ എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിലേക്ക് വരമേൽപ്പിക്കുന്നു ആ പ്രാർത്ഥന. 2ാമത്തെ പ്രാർത്ഥന, ഇവരുടെ പാപം ക്ഷമിക്കണമേ. കർത്താവിന്റെ ക്രൂശിലെ പ്രാർത്ഥനയെ തന്നെ അനുഗമിച്ചുകൊണ്ട് സ്തേഫാനോസ് നല്ല ഒരു അന്തം പ്രാപിപ്പാൻ തക്കോണ്ടിയായി. ദമസ്കോസിന്റെ പടിവാതിൽ വെച്ച് ശൗലിനെ ദൈവം പിടിച്ച വേളയിൽ ശൗലെ നീ എന്നെ ഉപദ്രവിക്കുന്നെന്ന് ചോദിച്ചപ്പോൾ ശൗലി ചോദിച്ചത്, നീ ആരാ കർത്താവ് എന്നാ ചോദിച്ചത്. കർത്താവ് എന്നുള്ള പേര് സ്തേഫാനോസിന് കിട്ടിയതാണ്. അങ്ങനെ ശൗല് ദൈവഭാഗത്തേക്ക് കടന്നു വരുവാൻ തക്കണം ഇടയായി തീർന്നു. ഇനി ഫിലിപ്പോസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ ഫിലിപ്പോസിനെ കുറിച്ച് അറിയപ്പെടുന്നത് 7 പേരിൽ ഒരുവനായി ഫിലിപ്പോസ് എന്നാണ്. അവനും ആത്മാവും ജ്ഞാനവും വിശ്വാസവും ദൈവകൃപയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ദൈവത്തിന്റെ ദാസനാണ്. സ്തേഫാനോസിന്റെ മരണത്തോടുകൂടി സഭ ചെതറിക്കഴിഞ്ഞപ്പോൾ ഫിലിപ്പോസ് ശമരിയിൽ ചെന്ന് സുവിശേഷം അറിയിച്ചു. ആ പ്രവർത്തനം കൊണ്ട് ശമരിയ പട്ടണം കർത്താവിനെ അറിയുവാനിടയായി. അനേകരെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുവാൻ തക്കണം ഇടയായി തീർന്നു. അത് ഫിലിപ്പോസ് നല്ലൊരു സഭയുടെ ശുശ്രൂഷ ഇരിക്കുമ്പോഴാണ് നീ എഴുന്നേറ്റ് ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോകാൻ പറഞ്ഞ് ട്രാൻസ്ഫർ കൊടുത്തപ്പോൾ ആ ട്രാൻസ്ഫറിന്റെ അകത്ത് ഒരു വെറുപ്പും കൂടാതെ മനസ്സോടെ ഇറങ്ങി പുറപ്പെട്ടവനാ. അവന് 4 അതേ തടസ്സങ്ങൾ പറയാമായിരുന്നു. ഞാനാണ് ഈ സഭ സ്ഥാപിച്ചത്, എന്നെ ഇവിടുന്ന് വിടരുത്. അവനത് പറഞ്ഞില്ല. 2ാമതായിട്ട് ഞാൻ പോകുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള ആ വിവരണം, അവിടെ കൂട്ടമുണ്ടോ, ഇതേപ്പറ്റി ഒന്നും അവൻ ചോദിച്ചില്ല. ഇതൊക്കെ വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു. പിന്നെ അത് പറയാനുള്ളത്, എനിക്കിവിടെ നല്ല വരുമാന മാർഗമുണ്ട്, ഞാൻ അവിടെ പോകുമ്പോൾ എങ്ങനെ ജീവിക്കും എന്ന് തനിക്ക് ചോദിക്കാമായിരുന്നു. 4ാമതായിട്ട് എനിക്ക് 4 പെൺപിള്ളേരുള്ളത്. ഈ ഫിലിപ്പോസിന് 4 പെൺമക്കളുണ്ട്. അവരുടെയൊക്കെ വിവാഹം ഞാൻ എങ്ങനെ നടത്തും എന്നിങ്ങനെ വിട്ടാൽ ഈ ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ ഒരു ഒഴിയും പറയാതെ മനസ്സോടെ കടന്നുപോയി. അത് നീ ഊരുന്നൊരു തേര് വന്നപ്പോൾ പറഞ്ഞു, കണ്ടപ്പോൾ തേരിനോട് ചേർന്ന് നടക്കാന്ന് പറഞ്ഞപ്പോൾ ഓടിച്ചെന്നാണ് വായിക്കുന്നത്. അവിടെ തേരിൽ കയറി, നമുക്കെല്ലാം അറിയാം, സുവിശേഷം അറിയിച്ചു. കന്നക്കരാജ്ഞിയുടെ ധനകാര്യമന്ത്രിയായി സ്നാനപ്പെട്ടു. ദൈവം അവനെ ഉയർത്താൻ തുടങ്ങി. പിന്നെ അവൻ പ്ലെയിൻ യാത്ര ചെയ്തു. കർത്താവിന്റെ ആത്മാവ് അവനെ എടുത്തുകൊണ്ട് പോയെന്നാണ് വായിക്കുന്നത്. അത് ഇന്നത്തെ നമ്മുടെ പ്ലെയിൻ യാത്രയുടെ ഒക്കെ ഉൾപ്പെടുത്താം. അതെ, അവനെ പിന്നെ അസ്തോതി കണ്ടു. അവിടെ ചെന്ന് അവിടെ താൻ പ്രവർത്തിച്ചു എന്നാണ് വായിക്കുന്നത്. അവിടെ പ്രവർത്തിച്ച ഫിലിപ്പോസിന്റെ ജീവിതത്തിൽ നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തി 21-ാം അധ്യായം 7, 8, 10, 9, 10 വാക്യങ്ങൾ നിങ്ങൾ എഴുതിയെടുത്തൊന്ന് വായിച്ചു നോക്കണം. എത്ര നല്ല കാര്യങ്ങളാണ് അവിടെ ഇരിക്കുന്നത്. തനിക്ക് അവിടെ ചെന്നപ്പോൾ ഒരു വീടുണ്ടായി, നല്ലൊരു വീട്. ആ വീട്, ദൈവദാസന്മാർക്ക് ഒരു വീട് കിട്ടുന്നതിൽ അസൂയപ്പെടേണ്ട ആവശ്യമില്ല. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. അവന് മനോഹരമായ ഒരു വീടുണ്ടായി. ആ വീട്ടിൽ പൗലോസും കൂട്ടരും വളരെ ദിവസം തങ്ങളുടെ മിഷണറി യാത്രയിൽ 7 പേരിൽ ഒരുവനായി ഫിലിപ്പോസിന്റെ ഭവനത്തിൽ വന്ന് വളരെ ദിവസം പാർത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ പാർത്ത് അവിടെ അവനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, അത് 21-ാം അധ്യായം 7-8 വാക്യം എഴുതിയിരിക്കുന്നത്,
അവന് ഞങ്ങൾ പ്രവചിക്കുന്ന ഷോർ വിട്ട് കപ്പലോട്ടം തികച്ച് പിതാലോമോസിൽ എത്തി സഹോദരന്മാരെ വന്ദനം ചെയ്ത് ഒരു ദിവസം അവരോടുകൂടെ പാർത്തു. പിറ്റന്നാൾ ഞങ്ങൾ പുറപ്പെട്ട് കൈസരിയയിൽ എത്തി. 7 പേരിൽ ഒരുവനായി ഫിലിപ്പോസ് എന്ന സുവിശേഷകന്റെ വീട്ടിൽ ചെന്ന് അവനോടുകൂടെ പാർത്തു. അവന് കന്യകമാരും പ്രവചിക്കുന്നവരുമായ 4 പുത്രിമാർ ഉണ്ടായിരുന്നു. എനിക്കത് വലിയ സന്തോഷമാണ്. ഫിലിപ്പോസിനെ ദൈവം മാനിച്ചു കണ്ടു. അന്ന് എഴുതി കുശിനിപ്പണിക്ക് തെരഞ്ഞെടുത്തവനാ. അത് മനസ്സോടെ സ്വീകരിച്ചുകൊണ്ട് അവനിപ്പം വീടുണ്ടായി. അവൻ പ്ലെയിനെ യാത്ര ചെയ്തു. അതെ, അവനിപ്പം വീടുണ്ടായി. അനേക ദൈവമക്കൾ കടന്നു വന്നു, വിശ്വാസത്തിലായി. അവരുടെ ഭവനം വലിയൊരു പ്രാർത്ഥനാലയമായി മാറി. തനിക്കുള്ള 4 പെൺപിള്ളേരും പ്രവചിക്കുന്നവരായി തീർന്നു. പൗലോസും കൂട്ടും വളരെ ദിവസം അവിടെ പ്രാർത്ഥന എഴുതിക്കുന്നു. വളരെ ദിവസം. അങ്ങനെ വളരെ ദിവസം ദൈവദാസന്മാരെ മാനിക്കാൻ തക്കണം, അവരെ സൽക്കരിക്കാൻ തക്കണം സാമ്പത്തികമായ ശേഷി ഫിലിപ്പോസിന് ദൈവം കൊടുത്ത് വളരെ അനുഗ്രഹിച്ചു. അപ്പൊ ഈ 2 വ്യക്തികളും മറ്റുള്ളവരെ കുറിച്ച് ഒക്കെ ആ നിലയിൽ കാണുവാൻ തക്കണം കഴിയും. ഈ 7 പേരെ തെരഞ്ഞെടുത്ത് കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് നിക്കോലാവൻ. അതെ, ഈ നിക്കോലാവിന്റെ കാലത്താണ് അവൻ അതെ പുരോഹിതനും അതെ സാമാന്യജനും ഐമേനികളും എന്ന് പറഞ്ഞ് 2 ഗ്രൂപ്പ് ഉണ്ടാക്കാൻ തക്കൊണ്ട് അവൻ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ച് പ്രവർത്തിപ്പാൻ തക്കോണം അവൻ ആരംഭം കുറിക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. സഭയിലേക്ക് ദുരുപദേശം കൊണ്ടുവന്നു. നമ്മളിങ്ങനെ പോയാൽ പോരാ. അതെ, നമ്മുടെ ഇടയിൽ അതെ ശുശ്രൂഷിക്കുന്ന ആൾക്കാർക്ക് പുരോഹിതൻ എന്നുള്ള ലേവ്യ പുരോഹിത വർഗത്തിന്റെ ആ സ്ഥാനം പോലെ നമുക്കും കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ജനത്തെ 2ആയി തിരിക്കാൻ തക്കണം ഇടയായി. അധികാരം നടത്തത്തക്ക നിലയിൽ താൻ പ്രവർത്തനം കൊണ്ടുവരാൻ തക്കണം ഇടയായി തീർന്നു. അതേ പുരോഹിതന്മാരെന്നും അതേ ഐമേനികളെന്നും സാമാന്യ ജനമെന്നും 2 കൂട്ടരായി വേർതിരിച്ച് ഇവൻ സഭയ്ക്കകത്ത് ദുരുപദേശം കൊണ്ടുവന്നു. ആ ദുരുപദേശം കൊണ്ടുവന്ന സന്ദർഭത്തിൽ ഈ സഭ അതിനെ അതേ പകച്ചു എന്നാണ് വായിക്കുന്നത്. അതാണ് അവരെ കുറിച്ചുള്ള നന്മ. അവരെ യഥാസ്ഥാനപ്പെടാൻ തക്കണം 3 കൂട്ടം കാര്യം പറഞ്ഞു. അവരുടെ കുറവെന്ന് പറഞ്ഞ ആദ്യ സ്നേഹം വിട്ടുപോയെന്ന് പറഞ്ഞു. അത് ചെറിയ കുറ്റമൊന്നുമല്ല, വലിയ കുറ്റമാണ്. എന്നാൽ അവരെ യഥാസ്ഥാനപ്പെടുത്താൻ തക്കൊണ്ട് ഉപദേശം കൊടുത്തതിന് ശേഷം അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന നന്മ. നിക്കോലാവ്യരുടെ അതേ ഉപദേശം നീ പകയ്ക്കുന്നു എന്ന ഒരു കുറ്റം അല്ലെ എന്ന ഒരു നന്മ നിന്നെ കുറിച്ച് പറയാനുണ്ട്. അതേ, ഒരിക്കൽ ഈ നിക്കോലാവരുടെ ഉപദേശം എന്തായിരുന്നു അറിയാമോ? ഒന്ന്, ഇവൻ അതേ പുരോഹിതനെന്നും ഐമേനികളെന്നും 2 ഗ്രൂപ്പായിട്ട് തിരിച്ച് സഭയ്ക്കകത്ത് ഇടച്ചുണ്ടാക്കാൻ തക്കണം നോക്കി. ഇവൻ ഒരാൾ കളിക്കണം. ഇവന് സ്വയം അപ്പോസ്തലനായി. അങ്ങനെ സ്വയമായിട്ട് അപ്പോസ്തലൻ എന്ന് പ്രഖ്യാപിക്കുന്ന ചെറുപ്പക്കാർ ആമ്പിള്ളാരില്ലേ, അത് അങ്ങോട്ട് ബൈബിൾ സ്കൂളിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. അത് അവർ പേര് വെക്കുന്ന അപ്പോസ്തലനാണ്. എന്തോ ഒരു തെറ്റാണ്. അപ്പോസ്തലന്റെ യോഗ്യതയെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഞാനിപ്പോൾ ഇത്രയും നാളായി ഞാനിതൊരു അപ്പോസ്തലൻ, എന്നെ പല സ്റ്റേജുകളിൽ ഇദ്ദേഹം ഒരു അപ്പോസ്തലനാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞാൻ അപ്പോസ്തലനാണെന്നൊന്നും ഞാൻ പറയാറില്ല. ദൈവത്തിന് സ്തോത്രം. എത്രയോ പേരങ്ങനെ വിളിച്ചു വന്നു അപ്പോസ്തലനായ ഞാൻ. എന്തോ ഒരു തെറ്റാന്നറിയാമോ? അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നതായിരിക്കണം എന്ന് കർത്താവിനെ നേരിട്ട് കണ്ട ഒരു വ്യക്തിക്ക് മാത്രമേ അപ്പോസ്തലൻ എന്നുള്ള പേരിന് അർഹതയുള്ളൂ എന്നൊക്കെ അതേ അന്ന് അക്കാലത്ത് പറച്ചിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതേ പൗലോസിന്റെ അപ്പോസ്തലത്തിൽ ചോദ്യം ചെയ്തപ്പോ ഞാൻ അപ്പോസ്തലനല്ലയോ, ഞാൻ കർത്താവിനെ കണ്ടിട്ടില്ലയോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ശ്രേഷ്ഠ അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല. ഈ നെല്ലൊക്കെ സംസാരിച്ച വിഷയങ്ങൾ നമ്മൾ ചിന്തിച്ചാണ്. ഈ നിക്കോലിയാവൻ ഈ നിലയിലുള്ള ഉപദേശം കൊണ്ടുവന്നു. ഇനി 2ാമത് അവൻ പറയുന്ന ഉപദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഒരിക്കൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ രക്ഷ നഷ്ടപ്പെടത്തില്ല. അതാണ് അവന്റെ ഉപദേശത്തെക്കുറിച്ച് പറഞ്ഞ ഒരു ചെറിയ സ്റ്റഡി ഞാൻ പറയാം. ഒരിക്കൽ അവൻ കൊണ്ടുവന്ന ഉപദേശമാണ്. ഒരിക്കൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ രക്ഷ ഒരിക്കലും നഷ്ടപ്പെടത്തില്ല. ശരീരം കൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും അത് നമ്മുടെ ആത്മാവിനെ ബാധിക്കത്തില്ല എന്നൊക്കെ അവൻ പഠിപ്പിക്കാൻ തുടങ്ങി. നോക്കണമേ, ഈ കാലത്ത് അങ്ങനെയുള്ള ഉപദേശങ്ങളൊക്കെ കാണുന്നില്ലേ? ഇതെല്ലാം നിക്കോലാവര് കൊണ്ടുവന്ന ഉപദേശമാണ്. അതേ, ഒരിക്കൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറഞ്ഞു, ജീവന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ച്ചു കളയരുതേ. നമ്മൾ റോഡിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ അവിടെ പറയുന്ന വാചകം അറിയാമോ? ഒരു പാലമുണ്ടെങ്കിൽ പാലം ബലക്ഷയമാണ്, റോഡ് മുങ്ങിപ്പോവാൻ സാധ്യതയുണ്ട്, സൂക്ഷിച്ചു പോവുക. സൂക്ഷിച്ചു പോയില്ലെങ്കിൽ എന്താ അപകടമുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് നിൽക്കുന്നെന്ന് തോന്നുവൻ വീഴാതിരിപ്പാൻ തക്കൊണ്ടും സൂക്ഷിച്ചോളണം. ജീവന്റെ പുസ്തകത്തിന് എൻ്റെ പേര് മായ്ച്ച് കളയരുതേ എന്ന് സങ്കീർത്തനക്കാരൻ ഒരിക്കൽ പ്രാർത്ഥിക്കുകയുണ്ടായി. ഇസ്രായേൽ ജനം പാപം ചെയ്ത സന്ദർഭത്തിൽ വിഗ്രഹങ്ങളെ സേവിച്ച വേളയിൽ
അത് ഞാൻ ഇവരെ നശിപ്പിക്കാൻ പോകുന്നു, ഇവർ ദുശാഠ്യമുള്ള ജനമാകുന്നു എന്ന് ദൈവം തീരുമാനിച്ച ഒരു തീരുമാനം. മോശ കയറി ഇടിവിൽ നിന്നു, നീ അവരോട് ക്ഷമിക്കണമേ. നിങ്ങൾ പുറപ്പാട് ദിവസം 33 അധ്യായം ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി കാണുവാൻ കൊണ്ട് കഴിയും. നീ അവരോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ, അവരെ നശിപ്പിക്കുകയാണെങ്കിൽ എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ അങ്ങ് മായ്ച്ചു കളയണമേ എന്നൊക്കെ പറയുക. അത് എനിക്കും വേണ്ട, ഞാനും നശിച്ചു പോകട്ടെ. എന്നാൽ ദൈവം പറഞ്ഞു, ഇല്ല, പാപം ചെയ്തവന്റെ പേര് മാത്രമേ ഞാൻ മായ്ച്ചു കളയത്തുള്ളൂ. എന്നാൽ മോശം വീണ്ടും ഇടിവിൽ നിന്നു, ദൈവമേ നീ അങ്ങനെ ചെയ്യരുത്. അതേ മിസ്രൈമിൽ നിന്ന് ഇവരെ വിടുവിച്ചുകൊണ്ട് വന്നിട്ട് അതേ വഴി വെച്ച് ഇവരെ നശിപ്പിച്ചു കളഞ്ഞാൽ മിസ്രൈമിലുള്ളവരെല്ലാം അത് കേൾക്കും. അവരുടെ ദൈവം കൊണ്ടുപോയി അവരെല്ലാം കൊന്നു കളഞ്ഞെന്ന് പറയും. നിന്റെ നാമം ദുഷിക്കപ്പെടുവാൻ ആയിത്തീരും. അത്രമാത്രം മോശ ഇടിവിൽ നിന്ന് കരഞ്ഞപേക്ഷിച്ചപ്പോൾ മോശ നിമിത്തം ആ ജനത്തെ, എന്റെ പാപം ദൈവം ക്ഷമിക്കുവാൻ തക്കവണ്ണം തീർന്നു. ജീവന്റെ പുസ്തകത്തിൽ നിന്ന് നമ്മൾ പാപം ചെയ്താൽ നമ്മളെ അത് മായ്ക്കുവാൻ ഇടയായി തീരും. അതുകൊണ്ട് നമ്മുടെ പേര് പുസ്തകത്തിൽ നഷ്ടപ്പെടാതെ സൂക്ഷിപ്പാൻ തക്കവണ്ണം നമുക്ക് എല്ലാവർക്കും നല്ല ഉത്തരവാദിത്വമുണ്ട് എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. അതേ ശരീരം കൊണ്ട് എന്ത് പാപം ചെയ്താലും ആത്മാവിന് കുഴപ്പമില്ല എന്ന് പഠിപ്പിച്ച നിക്കോലാവിന്റെ ഉപദേശം അനുഗമിക്കുന്ന അനേകര് ഉണ്ട് ദൈവത്തിന്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവൻ പഠിപ്പിക്കുന്ന ഈ ഉപദേശം അപ്പോസ്തലന്മാർ സ്ഥാപിച്ച ഉപദേശമില്ല. ഇവൻ തന്നെ ഇവന്റെ മനസ്സിൽ കൊണ്ടുവന്ന ഒരാൾ കളിക്കാൻ തക്കവണ്ണം, അതേ അവരുടെ എല്ലാം ഇടയിൽ ഒരു പുരോഹിതനായി പ്രവർത്തിപ്പാൻ തക്കവണ്ണം, ഒരു കള്ള അപ്പോസ്തലനായി പ്രവർത്തിപ്പാൻ തക്കവണ്ണം പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ഈ നിക്കോലാവിന്റെ ഉപദേശം. ഇത് AD 325 അന്ന് കൂടിയ നിക്യ സുന്നകദോസിൽ വെച്ച് അന്നത്തെ കൗൺസില് ഇത് അംഗീകരിപ്പാൻ തക്കണം ഇടയായി തീർന്നു. അങ്ങനെയാണ് ഈ സഭകളിൽ പൗരോഹിത്യവും പുരോഹിത ശുശ്രൂഷയും ഐമേനികളെന്നും ജനത്തെ രണ്ടായി തീരുമാനിച്ചുകൊണ്ട് അധികാരം നടത്തുന്ന നിലയിൽ സഭ അധപ്പതിച്ചു പോകാൻ തക്കണം ഇടയായി തീർന്ന കാലഘട്ടം. ഈ കാലത്തും സ്വയം അപ്പോസ്തലനായി പ്രഖ്യാപിച്ചടക്കുന്ന അതേ വ്യക്തികളുണ്ട്. നമ്മുടെ അപ്പോസ്തലനായ പൗലോസ് ഇതൊക്കെ നേരത്തെ സൂചിപ്പിച്ചാണ്. അധികാരത്തിന്റെ ശുശ്രൂഷയല്ല സഭയുടെ ശുശ്രൂഷ. അധികാരം നടത്തുക എന്നുള്ളതല്ല, പരിപാലനമാണ്. 1 പത്രോസ് 5-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിച്ച്. ഉന്മേഷത്തോടും ഇടവകല്ലുകളുടെ മേലും കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടത്തിന് മാതൃകളായി തീർന്നും കൊണ്ട് അധ്യക്ഷത ചെയ്യുവീൻ. ഒന്നുകൂടെ വായിച്ച്. അതെ, ഉന്മേഷത്തോടെയും ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നിട്ടും കൊണ്ട് അധ്യക്ഷത ചെയ്യുവീൻ. നോക്കണമേ, ഇടവകകളുടെ മേൽ, അവിടാണ് ഇടവക. നീ ഏത് ഇടവകയാകുന്നൊക്കെ നമ്മുടെ നാട്ടിൽ ചോദിക്കത്തില്ലേ. ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല കേട്ടോ. അത് ചിലർ വലിയ അധികാരത്തിന് മിണ്ടിപ്പോരുത് എന്നൊക്കെ പറയുന്ന പാസ്റ്റർമാരുണ്ട്. അത് ചിലർ സെൻട്രൽ പാസ്റ്റർമാരായി കഴിഞ്ഞാണ്ടല്ലോ, അവരുടെ നടപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ഞാനും സെൻട്രൽ പാസ്റ്ററായിട്ടൊക്കെ ഇരുന്നാണ്, അയ്യോ അവരുടെയൊക്കെ നടപ്പൊക്കെ കണ്ടാൽ. അതേ ഞങ്ങളുടെ നാട്ടിലെ ഒരു മരണമുണ്ടായി. സെൻട്രൽ പാസ്റ്റർ ഇച്ചിരി താമസിച്ചാണ് വന്നത്. അവിടെ ഒരു ഇവാഞ്ചലിസ്റ്റാണ് താമസിക്കുന്നത്, ഇവാഞ്ചലിസ്റ്റാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം വന്ന സമയത്ത് അദ്ദേഹം കയറി വലിയ പോലീസ് SI വരുന്ന പോലെ, ഇൻസ്പെക്ടർ വരുന്ന പോലെ വന്നിട്ട് ഇതെന്താ അവിടെ വെച്ചത്, ഭയങ്കര കർക്കശാണ്. ഞാനിത് കണ്ടുകൊണ്ടിരിക്കുക. നമ്മുടെ നാട്ടിൽ വേറെ വല്ലതാണെങ്കിൽ അല്ലെ, ആ ഭാഷ ഞാൻ പറയുന്നില്ല. ആ ഇവാഞ്ചലിസ്റ്റ് മുമ്പൊരിക്കല് ഒരു സെൻട്രൽ പാസ്റ്റർ ഒരു ഇവാഞ്ചലിസ്റ്റിനോട് ചോദിച്ചു. ആ ഇവാഞ്ചലിസ്റ്റ് ബ്രദറെ എന്നാ വിളിച്ചത്. സെൻട്രൽ പാസ്റ്റർ ബ്രദറെ എന്ന് വിളിച്ചു പോയി. അറിയാം. ഞാൻ എഴുന്നേറ്റ്, ഞാൻ തന്നെ ഒരു സെൻട്രൽ പാസ്റ്റർ ആണെന്ന് നിനക്ക് അറിയാമോ എന്ന് ചോദിച്ചു. അയ്യോ, ഇവാഞ്ചലിസ്റ്റ് വിറച്ചു പോയി. ദൈവമക്കളെ, ഇത് സ്നേഹത്തിന്റെ ശുശ്രൂഷയാണ്, ഇത് അധികാരത്തിന്റെ ശുശ്രൂഷയല്ല. ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല. 1 തിമോഥെയോസ് 3:5 വായിച്ച്. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? പിന്നെ അങ്ങനെ സ്വന്തം കുടുംബത്തെ ഭരിപ്പാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും? ഇത് പരിപാലനമാണ്. ഇത് നമ്മൾ ജനത്തെ പരിപാലിക്കുന്നതാണ്. ആ പരിപാലനഭാരം ഇല്ലാത്ത ഒരുപാട് ശുശ്രൂഷകന്മാർ ഈ കാലത്തുണ്ട്. നമ്മൾ ആ പരിപാലന മരത്തിലേക്ക് കടന്നു വരണം. ദൈവത്തിന്റെ സന്നിധി താഴ്ന്നു വരണം, പരിപാലിക്കുക. യേശു ക്രിസ്തുവിന്റെ ലോക ജീവിത കാലത്ത് തന്നെ അനുഗമിച്ചതായ ആൾക്കാർ ആരൊക്കെയായിരുന്നു? അനാഥര്, കുഷ്ഠരോഗികള്, ചുങ്കക്കാര്. അനാഥരുടെ വീട്ടിൽ മാർത്തയുടെയും മറിയയുടെയും ഗ്രാമമായ ബെഥാനി എന്ന് വരാൻ കാരണം, ആ പേര് കിട്ടാൻ കാരണം, ആ സാധുക്കളുടെ വീട്ടിൽ കേട്ടോ, അപ്പനമ്മ ആരില്ലാത്ത ആ സാധുക്കളുടെ വീട്ടിൽ കർത്താവ് കടന്നു ചെന്ന് അവരെ ആശ്വസിപ്പിക്കുകയും അവരോടുകൂടെ വാസം ചെയ്യുകയും അവിടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭവനമായത് മാറുകയും ചെയ്തു. ദൈവം ആഗ്രഹിക്കുന്നത് പരിപാലനമാണ്. ആ സ്വന്തം കുടുംബത്തെ
സ്വന്തം കുടുംബത്തെ ഭരിക്കാൻ അറിയാത്തവൻ, കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നവൻ, ഭാര്യയോട് സ്നേഹമായിട്ട് ഇടപെടാത്തവൻ, കുഞ്ഞുങ്ങളെയോട് ശരിയായിട്ട് ഇടപെടാത്തവൻ എങ്ങനെ ദൈവസഭയെ പരിപാലിക്കും? ആദ്യമേ കുടുംബം പരിപാലിക്കണം, കുടുംബത്തിന് മാതൃകയായിരിക്കണം. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. സഭാ പരിപാലനം എന്ന് പറയുന്നത് പരിപാലനമാണ് എന്ന് ഓർക്കണം. അതിനെക്കുറിച്ച് ദൈവം സഭയെ ശുശ്രൂഷ പദ്ധതിയാക്കിയിട്ടുണ്ട്. 1 കൊരിന്ത്യർ 12-ാം അധ്യായം 28-ാമത്തെ വാക്യം വായിച്ചേ. 1 കൊരിന്ത്യർ 12:28. മാറി മാറി വായിച്ചു. അത് മാറി സാരി വായിക്കും. സാരി വായിച്ചേ. ദൈവസഭയിൽ സഭയിൽ 1-ാമത് അപ്പോസ്തലന്മാർ, 2-ാമത് പ്രവാചകന്മാർ, 3-ാമത് ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവർത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷാവരം എന്നിവ നൽകുകയും ചെയ്തു. പരിപാലനം എന്ന് പറയുന്നത് വരമാണ്. ദൈവത്തിന് സ്തോത്രം. ഞാന് 9 സഭകളിൽ ഇരുന്നിട്ടുണ്ട്. അതെ, ദൈവം എനിക്കൊരു പരിപാലന വരം തന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ സെൻട്രൽ പാസ്റ്ററായിട്ട് ഇരുന്നിട്ടുണ്ട്, ഡിസ്ട്രിക്ട് ഓവർസിയർ ആയിട്ടൊക്കെ ഇരുന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്റെ ഭവനത്തിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ പോകത്തില്ല. എന്റെ വർത്താനം കേട്ട് അവർ സന്തോഷിച്ചുകൊണ്ടിരിക്കും. കഴിഞ്ഞ ദിവസവും എൻ്റെ ഭാര്യ 3 വർഷം മുമ്പ് മരിച്ചുപോയി. അപ്പോൾ ആൾക്കാരിങ്ങനെ, അതേ ദൈവദാസൻ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടിരുന്ന് മാറി മാറി ഇങ്ങനെ ഭക്ഷണം കൊണ്ട്, കഴിഞ്ഞ ദിവസം ഒരു കുടുംബം കൊണ്ടുവന്ന് ആ സ്നേഹത്തിന്റെ ആദ്യം കൊണ്ട് 2 ആഴ്ചത്തേക്ക് ഭക്ഷണം കൊണ്ട് ഫ്രിഡ്ജ് വെച്ചിരിക്കുക. എന്താണ്? ഞാനൊരു ക്രൂരമായിട്ട് ഇടപെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആൾക്കാർ വരുമോ? തിരിഞ്ഞു നോക്കത്തില്ല. പരിപാലന വരം. ആ നിലയിൽ നമ്മളെല്ലാവരും കടന്നു വരണം. ഇവിടെ വായിക്കുന്നത് ദൈവം സഭയിൽ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഉപദേഷ്ടാക്കന്മാർ, ഇടയന്മാർ ഇവരെയൊക്കെ ആക്കിയും പിന്നെ കൊടുത്തിരിക്കുന്ന വരങ്ങളെ കുറിച്ചാണ്. സഹായം ചെയ്യാനുള്ള വരം. ചിലർ പ്രാർത്ഥിക്കുന്ന കർത്താവെ വീര്യപ്രവൃത്തി ചെയ്യാനുള്ള വരം തരണമെന്നാ. അവിടെ വേറെയും വരം കിടപ്പുണ്ട്. സഹായം ചെയ്യാനുള്ള വരത്തിന്റെ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ? ഞാനിതുവരെയും കേട്ടില്ല. കർത്താവ് എനിക്ക് സഹായം ചെയ്യാനുള്ള വരം തരണമേ, മുടന്തനെ എഴുന്നേൽപ്പിക്കാനുള്ള കൃപ തരണമേ എന്നാ പ്രാർത്ഥിക്കുന്നത് എല്ലാവരും. നമ്മുടെ അമ്മമ്മമാർ വരെ അതാ പ്രാർത്ഥിക്കുന്നത്, മുടന്തനെ എഴുന്നേൽപ്പിക്കാൻ. പരിപാലന വരം, സഹായം ചെയ്യാനുള്ള വരം, ഈ വരത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പരിപാലന വരം. ദൈവസഭയിൽ ആഗ്രഹിക്കുന്നത് പരിപാലനമാണ്. അത് പട്ടാള ഭരണമല്ല. പട്ടാള ഭരണം നടത്തുന്ന ആൾക്കാരുണ്ട്, വളരെ തെറ്റാണ്. പരിപാലനപരം ദൈവത്തിന്. ഈ ഇങ്ങനെയുള്ള ദുരുപദേശം പറയുന്ന നിക്കോലാവിനെ പോലുള്ള ആൾക്കാർ എഴുന്നേൽപ്പെന്ന് അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ വാക്യം ഒന്ന് വായിച്ചേ. ശിഷ്യന്മാരുടെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. നോക്കണമേ, ഞാൻ പോയ ശേഷം എഫെസോസ് സഭയോട് പറഞ്ഞത്, ഇത് എഫെസോസ് സഭയിലെ മൂപ്പന്മാരെ വിളിച്ച് പറഞ്ഞ കാര്യമാ. ഞാൻ പോയ ശേഷം വിപരീതോപദേശം പറയുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ എഴുന്നേൽക്കും. എഴുന്നേറ്റില്ലേ നിക്കോലാവൻ? 7 പേരെ. അവൻ അന്ന് നല്ല അന്യഭാഷയ്ക്കുണ്ടായിരുന്നു, ആത്മാവുണ്ടായിരുന്നു. അവൻ പ്രസംഗിക്കുമ്പോൾ നല്ല തകർപ്പൻ പ്രസംഗമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ വ്യക്തി കുറച്ച് തൻ്റെ പ്രസംഗവും തന്നെ ഇവിടെ ആക്കിയിരിക്കുന്ന സ്ഥാനത്തുനിന്ന് ഒരു വ്യത്യസ്തമായ നിലയിൽ 2 പ്രബോധനം പറയാൻ തക്കണമുള്ള കൃപയൊക്കെ കെട്ടിക്കഴിഞ്ഞപ്പം ഇവൻ ആൾ കളിക്കാൻ തുടങ്ങി. അവനെ ലേവിയ പൗരോഹിത്യത്തെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ട് നമ്മുടെ കൂട്ടായ്മയ്ക്ക് ഇങ്ങനെയൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞ് അതേ അവൻ ഈ ഉപദേശം കൊണ്ടുവന്നു. പുരോഹിതനെന്നും ഐമേനികളെന്നും ഇങ്ങനെ പറഞ്ഞ് ജനത്തെ അധികാരം നടത്തുന്ന, ഇടവകളുടെ മേൽ കർത്തൃ നടത്തുന്ന, ലോക്കൽ സഭയുടെ മേൽ അതേ പോലീസ് ചിട്ട നടത്തുന്ന രീതിയിലേക്ക് ഇവൻ ഉപദേശം കൊണ്ടുവന്ന്, അതുപോലെ ശരീരം കൊണ്ട് എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്ന് പഠിപ്പിക്കാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. അതാണ് നിക്കോലാവിന്റെ, അന്ത്യോക്യക്കാരനായ നിക്കോലാവിന്റെ ദുരുപദേശം. ഈ ഉപദേശത്തെ നീ പകയ്ക്കുന്നു. ഇവൻ എവിടുന്ന് വന്നു? ഇവൻ അതേ അന്ന് അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ച് കൈവച്ചാക്കിയതാണ് ഇവരെ കേട്ടോ. 7 പേരെ തെരഞ്ഞെടുത്ത കൂട്ടത്തിൽ പെട്ടവനാണ് നിക്കോലാവിൻ. അതിന്റെ ഗ്രീക്ക് പദവും എബ്രായ പദവും ഒക്കെ അത് നമുക്ക് പറയാൻ തൊക്കെ കഴിയും. എനിക്ക് ഇങ്ങനെ ഞാൻ എബ്രായ ഭാഷ ഒന്നും പഠിച്ചിട്ടില്ല, എങ്കിലും എനിക്ക് അവിടെ ഇവിടെയും കാണുന്ന ഈ പദങ്ങൾ വെച്ച് ആൾക്കാർക്ക് ലാവോ എന്നും ഒക്കെ ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്തോ എടുക്കാനാ? ലളിതമായി നമുക്ക് ദൈവത്തിന്റെ വചനം ചിന്തിക്കാം. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 11 മുതൽ 14 വരെ മാറി മാറി വായിക്കണേ. എഫെസ്യർ 4 11 മുതൽ 14 വരെ വായിച്ചേ. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും
ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായി പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനയ്ക്കും ആകുന്നു. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിലും സത്യത്തിലും സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. ഇതാണ് ഉപദേശം. ദൈവത്തിന് സ്തോത്രം. ഈ രീതിയിൽ വേണം നമ്മുടെ സഭ മുൻപോട്ട് പോകാൻ, നമ്മുടെ കൂട്ടായ്മ മുൻപോട്ട് പോകാൻ. ഇത് ഈ പ്ലാറ്റ്ഫോമിൽ ആയിരിക്കുന്ന പലരും ഇനിയും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ തക്കൊണ്ണം അത് ഉണ്ടെന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പാണ്. അതുകൊണ്ടാണ് ഈ കാര്യം ഞാൻ പ്രത്യേകിച്ച് ഉറപ്പിച്ചിരിക്കുന്നത്. ഞാനൊരു ബൈബിൾ കോളേജ് നടത്തുന്നുണ്ട്. അത് നോർത്ത് ഇന്ത്യയിൽ ബീഹാറിലൊക്കെ പ്രവർത്തിക്കുന്ന ചില ദൈവദാസന്മാർ കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്ന ക്രിസ്തുവിന്റെ അതേ മാതൃകയിൽ പ്രവർത്തിക്കുന്ന ചില സുവിശേഷന്മാർ ഇവിടെ വന്ന് ക്ലാസ് എടുത്തിട്ടുണ്ട്. അതൊക്കെ അവരുടെ ക്ലാസ്സൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ എന്നെ തന്നെ ഒന്നുകൂടെ സമർപ്പിക്കാൻ തക്കൊണ്ണം ഇടയായി തീർന്നു. ദൈവത്തിന്റെ പൈതലെ സഭാ പരിപാലനമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിക്കോലാവർ ഇങ്ങനെയുള്ള ഉപദേശം ദൈവസഭയിൽ കൊണ്ടുവന്നപ്പോൾ, അപ്പോസ്തലന്മാർ പഠിപ്പിക്കാത്ത ഉപദേശം ദൈവത്തിന്റെ സഭയിൽ കൊണ്ടുവന്നപ്പോൾ അതിനെ എതിർത്ത കൂട്ടരാണ് ഈ എഫെസോസ് സഭ. എന്നാൽ പിൽക്കാലത്ത് നമ്മൾ പെർഗമോസ് സഭയെ കുറിച്ച് വായിക്കുമ്പോൾ അതിന്റെ 2-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു, നിക്കോലാവരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുമുണ്ട്. നോക്കണമേ, പെർഗമോസ് സഭയുടെ കാലഘട്ടമായപ്പോഴത്തേക്ക് ആ സഭയിൽ അത് ഉപദേശമായിട്ട് മാറി. ഇനി പെർഗമോസ് സഭയെ കുറിച്ച് പഠിക്കുമ്പോഴാണ് അവർക്ക് 2 തെറ്റാണെന്നുള്ളത്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വെപ്പാൻ തക്കവണ്ണം ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ഉപദേശം പിടിച്ചിരിക്കുന്നവരുണ്ട്. അപ്പൊ ബാലാക്കിന്റെ ഉപദേശം അവരെ അംഗീകരിച്ചു ഈ സഭ പെർഗമോസ്. നിക്കോലാവരുടെ ഉപദേശവും അവർ അംഗീകരിച്ചു. ആ നിലയിൽ സഭ പിൽക്കാലത്ത് അത് കൈക്കൊള്ളുന്നവർ, അവിടെ കുറെ പേര് കൈക്കൊണ്ടു. ഇവർ പറയുന്നത് ശരിയാണ്, നിക്കോലാവിൽ കൊണ്ടുവന്ന ഉപദേശം ശരിയാണ് എന്ന് പറയുന്ന ആ നിലയിലും സഭ അത് അധപ്പതിച്ചു പോകാൻ തക്കൊണ്ട് ഇടയായിത്തീർന്നു. പെർഗമോസ് സഭ ആ നിലയിൽ അധപ്പതിപ്പാൻ തക്കൊണ്ട് ഇടയായിത്തീർന്നു. എന്നാൽ എഫെസോസ് സഭയെ കുറിച്ചുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഇത് കൊണ്ടുവന്നപ്പം തന്നെ അവനെ പകച്ചു എന്നുള്ളതാണ്. അതായത് നമ്മൾ ചെല്ലു പറയും അത് മൈൻഡ് ഒന്നും ചെയ്യണ്ട, അങ്ങനെ പറയാറില്ലേ, ഇഗ്നോർ ചെയ്തങ്ങ് വിട്ടാൽ മതി. അങ്ങനെ ചെയ്യരുത്. ഇഗ്നോർ ചെയ്ത് വിടുക എന്നുള്ളതല്ല, അങ്ങനെയുള്ള ഉപദേശത്തെ നമ്മൾ എതിർക്കണം. അത് സഭയിൽ ഒട്ടും അനുവദിക്കാൻ തക്കണം പാടില്ല. അങ്ങനെയുള്ള അത് അംഗീകരിക്കാൻ തക്കണം ഒക്കത്തില്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾ സഭയിൽ നിന്ന് വിട്ടങ്ങ് പൊക്കോണം. ഞാൻ പറയുന്നത് ഇവിടെ കേൾക്കണം. അങ്ങനെ ശാഠ്യം പിടിക്കുന്ന ആൾക്കാരില്ലേ? അതേ നിനക്ക് അങ്ങനെ ഒരു ഉപദേശം വന്നാലോ മനസ്സിൽ വന്നെങ്കിലേ ഈ സഭയിൽ അടച്ച് പാസ്റ്റർ കിടച്ച ഉണ്ടാക്കാതെ അവിടെ നിന്ന് മാറിപ്പോകണം. അവിടെ നിൽക്കരുത്. ഇന്ന് രാത്രി കാലം ദൈവമക്കളെ സഭയിൽ ഇടർച്ച ഉണ്ടാക്കുന്നതിന് അയ്യോ കഷ്ടം എന്നാ വായിക്കുന്നത്. ഇടർച്ച ഉണ്ടാക്കുന്നതിന് അയ്യോ കഷ്ടം. ഇടർച്ച ഉണ്ടാക്കരുത്. ഇങ്ങനെയുള്ളവരെ പകയ്ക്കുക, ഇങ്ങനെയുള്ളവരെ വെറുക്കുക, അങ്ങനെയുള്ളവർക്ക് കൂട്ടായ്മ കൊടുക്കരുതെന്നാണ് എഫെസോസ് സഭ പഠിപ്പിച്ചത്. അപ്പോസ്തോലിക ഉപദേശത്തിൽ തന്നെ നമ്മൾ നിലനിൽക്കണം. അങ്ങനെ നിക്കോലാവരുടെ ഉപദേശത്തെ അത്രയും മാത്രമേ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ. ഇനി പെർഗമോസ് സഭയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ഉണ്ടായ അനുഭവത്തെക്കുറിച്ച്, ആ ഉപദേശത്തെക്കുറിച്ച് കുറച്ചുകൂടെ വിശദീകരിക്കുന്നതായിരിക്കും. ഇനി 7-ാമത്തെ വാക്യം കൂടെയാണ് അടുത്ത 20 മിനിറ്റ് നമ്മൾ ചിന്തിക്കാൻ തക്കൊണ്ട് പോകുന്നത്. 7-ാമത്തെ വാക്യം ആ കർത്താവ് പറയുന്നു, നിക്കോലാവരുടെ ഉപദേശം അത് ഞാനും പകയ്ക്കുന്നു. അടുത്ത വാക്യം വായിച്ചാട്ടെ. അത് ഞാൻ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പർദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നുവാൻ കൊടുക്കും. നോക്കണമേ, അതൂത് നിങ്ങൾ ശ്രദ്ധിച്ചോ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പർദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും എന്നാണ് നമ്മളിവിടെ വായിച്ചത്. ഇവിടെ വായിക്കുന്ന കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. കർത്താവ് ഈ ലോകത്തിലായിരുന്ന സന്ദർഭത്തിൽ ഇതേ പദം ഉപയോഗിച്ചിട്ടുണ്ട്. വചനം അറിയിച്ചതിന് ശേഷം, ദൂത് പറഞ്ഞതിന് ശേഷം, പ്രബോധനം പറഞ്ഞതിന് ശേഷം, ഉപദേശിച്ചതിന് ശേഷം താൻ പറഞ്ഞൊരു വാചകമാണ് മർക്കോസിന് സുവിശേഷം 4-ാം അധ്യായം
9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 4-9. കേൾക്കുവാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് അവൻ പറഞ്ഞു. കേൾപ്പാൻ ചെവിയുള്ളവൻ അവൻ കേൾക്കട്ടെ. ആ 4-ാം അധ്യായം മൊത്തം വായിച്ചു നോക്കൂ. കർത്താവ് തന്നെ ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്. കർത്താവ് ഓരോ ഉപമ പറഞ്ഞതിന് ശേഷം ആ ഉപമയിൽ കൂടി പറയുന്ന ഒരു പ്രബോധനമാണ് ഇത്. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ അനുസരിപ്പാൻ തയ്യാറുള്ളവൻ അത് അനുസരിക്കട്ടെ. അല്ലെ, ചെവി എല്ലാവർക്കും ഇല്ലയോ? ശമൂവേൽ പ്രവാചകൻ 3 പ്രാവശ്യം ഏലി പുരോഹിതന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, എന്നെ വിളിച്ചോ, എന്നെ വിളിച്ചോ. ശമൂവേൽ എന്നുള്ള വിളിയാണ് കേൾക്കുന്നത്. 1 ശമൂവേലിന്റെ പുസ്തകം നമുക്ക് കാണുവാൻ കഴിയുന്നു. 3 പ്രാവശ്യം ചെന്ന് ചോദിച്ചു, എന്നെ വിളിച്ചോ. ഏലി പുരോഹിതന്റെ കൃപയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഇരിക്കുകയാണ്. തൻ്റെ ആ 2 ആൺമക്കൾ മക്കളോനും കില്യോനും അവർ വളരെ മോശമായി അതേ കൂടാരത്തിൽ പ്രവർത്തിക്കുന്ന രംഗങ്ങളൊക്കെ ശമൂവേൽ അറിഞ്ഞിട്ട് അത് മിണ്ടാതിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബാലനായ ശമൂവേൽ ദൈവത്തിന്റെ ആലയത്തിൽ വന്നിട്ടുണ്ട്. അവിടെ 3 പ്രാവശ്യം ശമൂവേലേ ശമൂവേലേ എന്നുള്ള വിളി കേട്ടു കേട്ടോ. ആ വിളി കേട്ട സന്ദർഭത്തിൽ ഉടൻ തന്നെ മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, എന്നെ വിളിച്ചോ? ഇല്ല, പോയി കടന്നു തുടങ്ങിക്കോ. 3-ാമത്തെ പ്രാവശ്യം ഏലി പുരോഹിതൻ പറഞ്ഞു, ഇനി നിന്നെ വിളിക്കുകയാണെങ്കിൽ നീ ഇത്രയും പറഞ്ഞേക്കാം. തനിക്ക് കാര്യം മനസ്സിലായി. കാരണം ഇവന്റെ കൃപയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുക, കണ്ണ് മങ്ങിയിരിക്കുക, ദർശനമില്ലാതിരിക്കുന്ന സന്നദ്ധമാണ്. അവൻ ശമൂവേലിനോട് പറഞ്ഞു, ഇനി നിന്നെ വിളിക്കുമ്പോൾ പറയണം, കർത്താവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കാം. കേട്ടോ, അന്നേരാണ് കേട്ടോ അരുളി ചെയ്യണമേ അടിയൻ കേൾക്കാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? കേട്ടാണോ? അതിനനുസരിക്കാന്ന് അതിന്റെ അർത്ഥം. എന്നോട് പറയുന്നതനുസരിച്ച് അനുസരിക്കുക. ദൈവത്തിന്റെ അല്ല, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ ഓരോ സഭകളോടും പറയുന്ന ഒരു ദൂതാണ്. ആരംഭിക്കുമ്പോൾ പറയും എഫെസോസ് സഭയുടെ ദൂതൻ എഴുതുക. അവസാനം 50 സഭകളോട് പറയുന്ന ദൂത് എന്നാ, അതെല്ലാ സഭകൾക്കുള്ള ഒരു ദൂതാണ്. ലോക്കൽ സഭയോടുള്ള ദൂതാണ് ആരംഭിക്കുന്നത്. എന്നാൽ പറഞ്ഞു വന്ന് ഉപദേശം സ്ഥാപിച്ചു കഴിയുമ്പോൾ അവരോട് പറയുന്ന ഗുണദോഷം പറഞ്ഞതിന് ശേഷം അടുത്തായിട്ട് പറയുന്നത് ആത്മാവ് സഭകളോട് പറയുന്നതെന്ന് 7 സഭകളോട് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാ സഭകളോടുമുള്ള ഒരു ഉപദേശമാണ്. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അനുസരിക്കാൻ തക്കവണ്ണം തയ്യാറാകുന്ന കൂട്ടത്തെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇനി ഇവിടെ വായിക്കാണ് ജയാളികൾ. അവരുടെ പ്രതിഫലത്തെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ ചിന്തിക്കാൻ തക്കവണ്ണം പോകുന്നത്. ജയിക്കുന്നതിന് ഞാൻ, ആത്മാവ് സഭകളോട് പറയുന്നത് അത് ചെവികളും കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. അതാരാ വായിച്ചത്? അത് പെർഗമോ സഭയുടെ ദൂതാ വായിച്ചത്. എഫെസോസ് സഭയുടെ ദൂതാ നമ്മൾ വായിക്കേണ്ടത്. 7-ാമത്തെ വാക്യം, ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പർദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നുവാൻ കൊടുക്കും. ജയിക്കുന്നതിന് ഞാൻ ദൈവത്തിന്റെ പർദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ദൈവത്തിന്റെ പർദീസ കേട്ടോ. അതെ, പൂർണ്ണ ജയം പ്രാപിക്കാനാണ് സഭയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ പർദീസ എന്ന് പറഞ്ഞാൽ തോട്ടം എന്നാണ് അതിന്റെ അർത്ഥം. തോട്ടം കേട്ടോ. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 8-ാമത്തെ വാക്യം പർദീസ എന്ന് കേൾക്കുമ്പോൾ അതൊരു എബ്രായ പദമാണ്. പർദീസ കേട്ടോ, എബ്രായ പദമാണ്. എന്നാൽ അതിന്റെ തനി അർത്ഥം എന്ന് പറഞ്ഞാൽ തോട്ടം എന്നാണ്. 2-ാം അധ്യായം 8-ാമത്തെ വാക്യം, അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി. ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി. ആ തോട്ടത്തിന്റെ എബ്രായ പദമാണ് പർദീസ കേട്ടോ. അത് ഗ്രീക്ക് പദമാണ് ഹേഡീസ്. അതെ, തെറ്റിപ്പോയി. എബ്രായ പദമാണ് പർദീസ. അതെ, 3-ാം അധ്യായം 1-ാമത്തെ വാക്യം എന്ന് വെച്ചേ, ഉൽപ്പത്തി 3:1. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതേ, തോട്ടം. അതെ, തോട്ടത്തിലെ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം തോട്ടം. അപ്പം അവിടുത്തെ തോട്ടത്തിലെ എല്ലാ വൃക്ഷത്തിന്റെയും ഫലം ഞങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിയും വൃക്ഷത്തിന്റെ ഫലം പറിക്കരുത്. അപ്പം ദൈവം ഭൂമിയിൽ സ്ഥാപിച്ച ആ ഏദൻ തോട്ടം, അത് ഏദൻ പർദീസ എന്ന് നമ്മൾ വിളിക്കുന്നു. ഏദൻ എന്നും പർദീസ എന്നുമാണ് അതിന്റെ പേര്. തോട്ടം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമാണ് പർദീസ.
ബൈബിളിൽ 3 സ്ഥലത്താണ് പർദീസ എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നത്. 3 സ്ഥലത്ത് പർദീസ എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പഠിച്ചിട്ട് നമുക്ക് അപ്പസ്തോല സഭയെക്കുറിച്ചുള്ള ദൂത് അവസാനിപ്പിക്കാം. 3 സ്ഥലത്ത്. അതിലൊന്നാമത് നമ്മൾ കാണാൻ കഴിയുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 43-ാമത്തെ വാക്യം വായിച്ചേ. യേശു അവനോട് എന്നോട് കൂടെ എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. എനിക്ക് 2 സഹോദരിമാരുടെ വലിയ ഇഷ്ടമാണ്. പക്ഷെ രണ്ടുപേരുടെ ഒന്നിച്ച് വായിച്ചു കഴിയുമ്പോഴല്ലോ എനിക്ക് തിരിയുന്നില്ല. അതാ പ്രശ്നം. ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ആരാ ഇത് പറഞ്ഞത്? നമ്മുടെ കർത്താവാ പറഞ്ഞത്. കള്ളൻ എന്താ പറഞ്ഞത്? കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ. ആ കള്ളനുണ്ടല്ലോ, എങ്ങനെയാ കർത്താവ് രാജ്യം പ്രാപിച്ചു വരുമെന്ന് മനസ്സിലായത്? എങ്ങനെയാ മനസ്സിലായത് രാജ്യം പ്രാപിച്ചു വരുമെന്ന്? കാരണം അവനും ഒരു മഹാകള്ളനായി ജീവിച്ചു. അതുകൊണ്ടല്ലേ ഇവിടെ കൊണ്ടുവന്ന് ഇവനെയും ഇവിടെ ക്രൂശിച്ചിരിക്കുന്നത്. കർത്താവിനെ കുറിച്ചൊക്കെ അവൻ കേട്ടിട്ടുണ്ട്. എന്നാൽ തന്നെ മനസ്സിലാക്കിയ ഒരു വലിയ വിഷയമുണ്ട്. ആ വലിയ വേദനയെ കിടക്കുമ്പോൾ രണ്ടുപേരും യേശുവിനെ ദുഷിച്ചവര്. 2 കള്ളന്മാരെ ദുഷിച്ചെന്നായിരിക്കുന്നത്. അവനോട് ക്രൂശിക്കപ്പെട്ടവരും ദുഷിച്ചു. സുവിശേഷങ്ങൾ വായിച്ചു നോക്കണം. എന്നാൽ ഈ കള്ളൻ എന്താ ഈ ഒരു വ്യത്യാസം ഉണ്ടായത്? അവൻ ചെരിഞ്ഞു കിടന്ന് കർത്താവിന്റെ മുകളിലേക്ക് തലയ്ക്ക് മുകളിൽ എടുത്തു വെച്ചിട്ടുണ്ട്. യവനായ, എബ്രായ, റോമ ഭാഷകളിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു ഭാഷ. ആ പദം നമ്മൾ INRI എഴുതി വെച്ചിരിക്കുക. INRI. അത് ആ ഭാഷയുടെ അർത്ഥം, അതിന്റെ പദങ്ങളുടെ ഫുൾ വാക്കുകളൊക്കെ എനിക്കറിയാം. അതൊക്കെ ഞാൻ പറഞ്ഞ് സമയം കളയുന്നില്ല. അതിന്റെ ചുരുക്കം ഇതാണ്: നസറേനാകുന്ന യേശു യഹൂദന്മാരുടെ രാജാവ്. അതാണ് അതിന്റെ അർത്ഥം. നസറേനാകുന്ന യേശു യഹൂദന്മാരുടെ രാജാവ്. അത് റോമ, എബ്രായ, അതേ സുറിയാനി, ഈ ഭാഷകളിലെല്ലാം അവിടെ എഴുതി വെച്ചിരിക്കുക. ആ ഒരു ട്രാക്റ്റാണ്, ആ ഒരു ലഘുലേഖയാണ് ഇവൻ യേശു ക്രിസ്തു രാജ്യത്വം പ്രാപിച്ചു വരുമെന്ന് മനസ്സിലായത്. ഇവൻ ഇവിടെ കടന്ന സന്ദർഭം ചിന്തിച്ചു, ഇവൻ ഇപ്പം രാജാവാണോ? അല്ല. എന്നാൽ പിന്നെ അവൻ കടന്നു ചിന്തിച്ചു, താമസിയാതെ ഇവൻ രാജാവായി വരും, ഇവൻ യഹൂദന്മാരുടെ രാജാവായി വരും. ആ ട്രാക്ട് ലഘുലേഖ കൊടുക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്റെ അപ്പം വെള്ളത്തിന്മീത് എറിയ, അത് ഏറിയ കാലം കഴിഞ്ഞാലും ഫലം തരാതെ പോകത്തില്ല. ഞാൻ അനേക ട്രാക്റ്റുകൾ വിതരണം ചെയ്തിട്ടുള്ള വ്യക്തികളാണ്. ഇന്നും എനിക്ക് മറ്റ് ശുശ്രൂഷയൊന്നും ഇല്ലെങ്കിലും 2 ട്രാക്ട് 2 പേർക്കും കൊടുക്കാൻ തക്കമുള്ള ഉത്സാഹമുള്ള ഒരു വ്യക്തിയാണ്. നമ്മൾ കൊടുക്കുന്ന അത് ലഘുലേഖ. നിന്റെ അപ്പം വെള്ളത്തിന്മീത്. ഈ കള്ളരെ മാനസാന്തരത്തിലേക്ക് നയിച്ചത് ഈ ലഘുലേഖയാണ്. യേശു നസറേനാകുന്ന യേശു യഹൂദന്മാരുടെ രാജാവ്. അത് മാറ്റാൻ തക്കണം പീലാത്തോസിന്റെ അടുക്കൽ വന്നു ഇത് മാറ്റണമെന്ന് പറഞ്ഞു. ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ എഴുതിയിരിക്കുന്നത്, നസറേനാകുന്ന യേശു യഹൂദന്മാരുടെ രാജാവ്. അത് ആ എഴുത്തൊന്ന് മാറ്റം. ഒന്നിൽ രാജാവാണ് പോൽ കളിയാക്കി എഴുതണം, അല്ലെങ്കിൽ രാജാവോ എന്ന ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്ത് ചോദിക്കണം. ഒന്നിൽ എക്ലമേഷൻ ഇടണം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. എന്നാൽ സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്, നസറേനാകുന്ന യേശു യഹൂദന്മാരുടെ രാജാവ്. അത് മാറ്റാൻ പറഞ്ഞപ്പോൾ പീലാത്തോസ് പറഞ്ഞു, എഴുതി എനിക്ക് മാറ്റാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നറിയോ? സ്വർഗത്തിൽ എഴുതിയ, ഞാൻ എഴുതിയല്ല, അവിടെ എഴുതിയത് എനിക്കിവിടെ മാറ്റാൻ തക്ക നോക്കത്തില്ല. ആ സമയത്ത് സമയം പോലെ വാക്ക് മാറ്റുന്നതാണ് പീലാത്തോസ്. എന്നാൽ ഇവിടെ അവൻ ശക്തമായിട്ട് നേരെ നിന്നു. എഴുതി. ഈ ട്രാക്റ്റാണ് ഈ കള്ളൻ വലിച്ചു പറഞ്ഞത്, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ. ഉടൻ തന്നെ മറുപടി, നീ ഇന്ന് എന്നോട് കൂടെ പർദീസയിൽ ഇരിക്കും. ഇതാണ് പർദീസ എന്നുള്ള ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക്. 3 സ്ഥലങ്ങളിൽ ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് 2 കൊരിന്ത്യർ 12-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിച്ച്. ആ മനുഷ്യൻ പർദീസയോളം എടുക്കപ്പെട്ടു, ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല. ആ മനുഷ്യൻ പർദീസയോളം എടുക്കപ്പെട്ടു. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു വാചകമാണ്. പ്രശംസിക്കുന്നത് പ്രയോജനമൊന്നുമില്ല, പക്ഷെ അത് അത്യാവശ്യമാണ് കേട്ടോ. നമ്മള് പ്രശംസ പറഞ്ഞു നടക്കുന്നുണ്ട്, ഒരു വിശേഷമൊന്നുമില്ല. എനിക്കോ നമ്മുടെ കർത്താവായ യേശുവിന്റെ ക്രൂസില്ലാതെ പ്രശംസിപ്പാൻ വരരുത്. എന്നാൽ പ്രശംസിക്കുന്നതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല, പക്ഷേ അത് ആവശ്യമായിരിക്കുന്നു കേട്ടോ. അത് ആവശ്യമാണ്. നമ്മൾ ഒരാളെ ഒന്ന് എൻകറേജ് ചെയ്യണേ. അയ്യോ അത് പിന്നെ പലരും എന്നെ വിട്ടുപോയല്ലോ, അതെ ദേമാസും എന്നെ വിട്ടുപോയെന്ന് പറയുന്നില്ലേ കേട്ടോ. ദേമാസും എന്നെ വിട്ടുപോയി.
എന്നാൽ മറ്റൊരു ലേഖനത്തിൽ ദേമാസം നിങ്ങൾക്ക് വന്ദനം ചെയ്യുന്നു പറഞ്ഞില്ലേ? ദേമാസം നിങ്ങൾക്ക് റോമർക്ക് എഴുതി പറഞ്ഞില്ലേ? അവനും വന്ദനം ചെയ്യുന്നു. വേറെ ലേഖനം എഴുതി പറയും അവനും എന്നെ വിട്ടു പോയി. ഇവൻ വിട്ടുപോകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലായപ്പോഴും പൗലോസ് ഒന്ന് എൻകറേജിന്റെ വാക്ക് കൊടുത്തു. ദേമാസും അവൻ അവിടെ നിൽക്കുന്നു. പലരെയും വന്ദനം ചെയ്തപ്പം ദേമാസും നിങ്ങൾക്ക് വന്ദനം ചെയ്യുന്നു. ഒരു പ്രശംസ കൊടുത്തതാ. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ അവൻ വിട്ടുപോയി. നമ്മൾ പ്രശംസിക്കുന്നതുകൊണ്ട് പ്രയോജനമൊന്നുമില്ലെങ്കിലും അത് ആവശ്യമാണ്. എന്നിട്ട് തന്നെ കുറിച്ച് തന്നെ പറയുകയാണ് പൗലോസിനെ കുറിച്ച്. ക്രിസ്തുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പ് 3-ാം സ്വർഗത്തോട് എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെ ഞാൻ അറിയുന്നില്ല. ആ മനുഷ്യൻ പർദീസായോളം എടുക്കപ്പെട്ടു, 3-ാം സ്വർഗത്തോളം. ഇത് പൗലോസിന്റെ ജീവിതത്തിൽ ഉണ്ടായ സംഭവമാണ് കേട്ടോ. താൻ ഇതല്ലേ അതെ അപ്പോസ്തലർ 14-ാം അധ്യായത്തിൽ തന്നെ ശത്രുക്കൾ അടിച്ചു കൊന്നതാ. അവന്റെ ആ സമയത്ത് തന്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോയ കാര്യമാണ് ഈ പറയുന്നത്. നമുക്ക് ആ വിഷയം നമ്മൾ ചിന്തിച്ചതാണ്. അപ്പൊ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് പർദീസ 2 കൊരിന്ത്യർ 12-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിലാണ്. മൂന്നാമത് പറഞ്ഞിരിക്കുന്ന ഭാഗമാണ് ഇവിടെ വെളിപ്പാട് പുസ്തകം 2-ന്റെ 7-ാമത്തെ വാക്യത്തിൽ. ജയിക്കുന്നതിന് ഞാൻ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ഇങ്ങനെ 3 സ്ഥാനങ്ങളിലാണ് ഈ പർദീസ എന്നുള്ള പദം. അതിന്റെ അർത്ഥം തോട്ടം എന്നാണ് കേട്ടോ. ഏതൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തോട്ടം. ആദാമും ഹവ്വായും ഏദൻ തോട്ടത്തിലാക്കിയ സമയത്ത് ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ആദാമിനെ ഹവ്വായെയും ഏദൻ തോട്ടത്തിലാക്കിയ സന്ദർഭത്തിൽ വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 2-ന്റെ 16-17 വാക്യം വായിച്ച്. 2-ന്റെ 16-17. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളിലെ ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. തോട്ടത്തിന് നടുവിൽ 2 വൃക്ഷമാണുള്ളത്. അതിലൊന്ന് ജീവവൃക്ഷം, 2 അത് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ വൃക്ഷം. അവരെ അവിടെ ആക്കിയതിനു ശേഷം ദൈവരോട് പറഞ്ഞൊരു വാചകമാണ്, സകല വൃക്ഷത്തിനെ പറഞ്ഞ് നിങ്ങൾക്ക് തിന്നാം, എന്നാൽ നടുക്ക് നിൽക്കുന്ന നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ വൃക്ഷം നിങ്ങൾ തിന്നരുത്. ജീവവൃക്ഷം അവിടെ ഉണ്ട്. ജീവവൃക്ഷത്തിന്റെ ഫലത്തിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, അത് തിന്നാൽ ഏതൊരു ജീവൻ ഇന്ന് ഭക്ഷിക്കുന്നു അതേ ജീവൻ എന്നേക്കും ജീവിച്ചു പോകും. എൻ്റെ ക്ലാസ് നിങ്ങൾ ശ്രദ്ധിക്കണം. എനിക്ക് 9 വരെ സമയമുണ്ട്. അതേ ധൃതി വെച്ച് ബഹളം ഉണ്ടാക്കല്ലേ, ഇടയ്ക്ക് പാച്ചു കാണിക്കരുത്. 10 മിനിറ്റോട് ഞാൻ തെളിയിക്കാം. അതേ ജീവവൃക്ഷത്തിന്റെ ഫലം എന്ന് പറഞ്ഞാൽ ഏതൊരു ജീവൻ ഇന്ന് ഭക്ഷിക്കുന്നു അതേ ജീവൻ എന്നേക്കും ജീവിക്കും. എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നരുത്. സാത്താന് അത് തിന്നരുതെന്ന് വാസ്തവമായി നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. തിന്നരുത്, തൊടുകയും വരുമെന്ന് പറഞ്ഞു. അപ്പോൾ സാത്താൻ കൊടുത്തുകൊണ്ട തന്ത്രം എന്താണെന്നറിയാമോ? ഇത് തിന്നുന്ന ആൾ നിങ്ങൾ ദൈവത്തെ പോലെയാകും. അപ്പം അവ്വാമ്മച്ചി, നമ്മുടെ അമ്മാമ്മ കേട്ടോ, അതേ ഭർത്താവിനെ കൂടാതെ ഒരു ഉല്ലാസയാത്രയ്ക്ക് പോയതാ, പിക്നിക്കിന് പോയതാ. അങ്ങനെ പോകുന്ന ആൾക്കാരില്ലേ, ഭർത്താവിനെ കൂടെ, കർത്താവിനെ പിന്നെ ചിലപ്പോൾ കണ്ടാൽ വലിയ ശോഭയൊന്നും കാണത്തില്ല, കൂടെ കൊണ്ടുപോകത്തില്ല. ഈ അമ്മാമ്മ ഒന്ന് അതുവഴി ഒരു യാത്ര ചെയ്തു. യാത്ര ചെയ്ത സമയത്താണ് സാത്താൻ പാമ്പിൽ കൂടെ പ്രവേശിച്ച് വന്നത്. അന്ന് പാമ്പ് സംസാരിക്കുമായിരുന്നു കേട്ടോ. അന്ന് സിംഹങ്ങൾ സംസാരിക്കുമായിരുന്നു. ബെലയാമിന്റെ കഴുത സംസാരിച്ചത് നേരത്തെ ഉണ്ടായിരുന്ന കൃപ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ നഷ്ടപ്പെട്ടു പോയത് തിരിച്ച് ദൈവം തമ്പുരാൻ അല്പസമയത്തേക്ക് കൊടുത്തതാണ്. പാമ്പ് സംസാരിക്കുന്നത് കണ്ടപ്പോൾ ആദ്യമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അതേ അമ്മാമ്മ ആശ്ചര്യപ്പെടുത്തില്ലേ? നമ്മൾ പശുവിനെ കറക്കാൻ പോകുമ്പോഴേ പശുവിന് അത് കറക്കാൻ പോകുമ്പോൾ ചോദിക്കുക, അമ്മാമ്മ എന്നാണ്ട് വിശേഷം നമ്മുടെ ചോദിച്ചാൽ നമ്മൾ അടങ്ങിയിരിക്കുമോ? അയ്യോ, നാട്ടുകാരെല്ലാം വിളിച്ചു പോയിട്ട് അയ്യോ എൻ്റെ പശു സംസാരിക്കുന്നു പറയത്തില്ലേ അല്ലേ? ഹവ്വായിക്ക് ഒരു ആശ്ചര്യം തോന്നിയില്ല. പാമ്പുമായിട്ട് വർത്താനം പറയുക, ഭയങ്കര വർത്താനം. അങ്ങനെ ആ വൃക്ഷത്തിന്റെ ഫലം ഒരു എല്ലാ ശോഭയുള്ളവരായിട്ട് കാണിച്ചു. അത് പറിച്ചു ഭർത്താവിനും കൊണ്ട് കൊടുത്തു, തിന്നു. 2 പേരുടെയും ആ ദൈവിക തേജ് നഷ്ടപ്പെട്ട് മൃഗങ്ങളുടെ ഇടയിൽ വലിയ വൈരാഗ്യം ഉണ്ടായി. അതുവരെ സിംഹം കുഞ്ഞാടിനോട് മേഞ്ഞുകൊണ്ടിരുന്നതാണ്. അത് കുഞ്ഞാടിനെ കാണുമ്പോൾ കടിച്ചു പറിച്ച് തിന്നാൻ ചെല്ലുക, ആകപ്പാടെ ബഹളമായി. അതേ ലോകത്തിന്റെ അവസ്ഥ മാറിപ്പോയി. ദൈവം അവരെ ചോദ്യം ചെയ്യാൻ പറഞ്ഞ കാര്യമൊക്കെ എനിക്കൊന്ന് വിവരിക്കണമെന്നുണ്ട്, പക്ഷേ നമുക്ക് സമയമില്ല. എനിക്ക് ഈ വിഷയം അവസാനിപ്പിക്കണം. അതെ, പ്രകൃതിയിൽ വിഷവാതകങ്ങൾ വന്നു, മുള്ളുകൾ പറക്കാര എല്ലാം വന്നു, ഭൂമി ശപിക്കപ്പെട്ടു പോയി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവം തമ്പുരാൻ അവനെ അവിടുന്ന് ഇറക്കി വിടാൻ വേണ്ടിയായിട്ടുണ്ട്. ഇറക്കി വിട്ടേ ഒക്കത്തുള്ളൂ. കാരണം 3-ാം അധ്യായം 22 മുതൽ 24 വരെ വാക്യം വായിച്ചു. വേറെ 2 വാക്യങ്ങൾ വായിക്കാണ്ട് 3-ന്റെ യഹോവയായ ദൈവം മനുഷ്യൻ നന്മ തിന്മകളെ അറിയുവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയി തീർന്നിരിക്കുന്നു.
ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടി പറിച്ചു തിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത് എന്ന് കൽപ്പിച്ചു. അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കി കളഞ്ഞു. ഇറക്കിക്കളയാൻ കാരണമാണ് പറഞ്ഞത്. അത് അനുസരണക്കേട് കാണിച്ചു, അതൊരു ഭാഗം, അത് ശരിയാണ്. അതുകൊണ്ടാണല്ലോ ദൈവത്തെ നഷ്ടപ്പെട്ടു പോയത്. എന്നാൽ അവരെ ഇറക്കി വിടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയാമോ? ഇവൻ പാപജീവനിലായിരിക്കും, തേജസ് നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് ഇവർ നഗ്നരായി ഒളിച്ചിരിക്കുന്നവരെ വിസ്തരിപ്പാൻ തക്കണ കർത്താവ് വന്നല്ലോ. വെയിലാറിയപ്പം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 8-ാമത്തെ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് വെയിലാറിയപ്പോൾ ചോദിച്ചു. ഏന്തോട്ടത്തിൽ കൂടെ നടക്കുന്ന കാലത്തൊക്കെ കേട്ടത് ഓടി ഒളിച്ചിരിക്കുകയാണ്. എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു, നീ എവിടെയെന്ന് ചോദിച്ചാല് ദൈവം ആദ്യം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് അറിഞ്ഞിട്ട് ഇവരെ തപ്പി നടക്കുക. എന്നിട്ട് പറയാടാ ആദാമേ നീ പറ എവിടാന്ന്. ഞാനങ്ങ് ക്ഷീണിച്ചു. അങ്ങനെയാണോ അതിന്റെ അർത്ഥം? നീ എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ നിന്നെ ആക്കിയ സ്ഥാനത്ത് നീ ഉണ്ടോന്ന്. അന്നേരം മാതാവ് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ, അബദ്ധം പറ്റിപ്പോയി ദൈവമേ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിശ്ചയമായും ലോക ചരിത്രം വേറൊരു സ്ഥാനത്തേക്ക് മാറിപ്പോയിനെ. അവൻ ഉടനെ ഭാര്യയുടെ കുറ്റം പറയാ, നീ എന്നോട് ഇരിപ്പാൻ തന്ന ഈ സ്ത്രീ തന്നു, ഞാൻ തിന്നു. ഈ സ്ത്രീ അതേ കല്യാണം കഴിച്ച കളി ഇതെന്റെ അസ്ഥി എന്റെ മാസം പറഞ്ഞവനാ ഈ സ്ത്രീ. കേട്ടോ, സ്ത്രീയോട് ഏറ്റവും പാമ്പ് തന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വഴിചാരുക. ഇനി ഇവിടെ നിന്നാൽ ഇവർ പാപജീവനിലാണ്. ഏതൊരു ജീവനിൽ നിന്ന് ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ചു അതേ ജീവനിൽ അവൻ എന്നേക്കും ജീവിച്ചു പോകും. പിന്നെ വീണ്ടെടുപ്പാൻ തക്കണം സാധ്യമല്ല. അതുകൊണ്ട് സ്നേഹനിധിയായി ദൈവം ചെയ്തത്, അവൻ ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ചു നിന്ന് ഇനി എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത്. ആ ഒറ്റ കാരണം കൊണ്ടാണ് അവനെ ഇറക്കി വിട്ടത്. ഇറക്കി വിടുന്നതിന് മുമ്പ് വീണ്ടെടുപ്പിന്റെ വാഗ്ദത്തം കൊടുത്താണ് കാലസമ്പൂർണ്ണത വരുമ്പോൾ സ്ത്രീയുടെ സന്തതിയായി ഒരുവൻ വരും, നിങ്ങളെ വീണ്ടെടുക്കും, കുഞ്ഞാടിന്റെ രക്തത്താൽ നിങ്ങളെ വീണ്ടെടുക്കും എന്നുള്ള വാഗ്ദത്തം വചനം കൊടുത്താണ് അവനെ ഇറക്കി വിട്ടത്. കേട്ടോ, അങ്ങനെ ഏദൻ പർദീസയുടെ വാതിൽ അടച്ചു. ഈ പർദീസ സ്വർഗീയ പർദീസയുടെ ഒരു നിഴല. സാക്ഷാത്തായ പർദീസ സ്വർഗത്തിലാണ്. കേട്ടോ, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനെ നിപ്പാൻ കൊണ്ട് എനിക്ക് കാഴ്ചയുണ്ട്. പൗലോസ് പറഞ്ഞു, ഞാൻ 3-ാം സ്വർഗത്തോട് എടുക്കപ്പെട്ടു. അവിടെയാണ് ഈ പർദീസ. ആ മനുഷ്യൻ പർദീസയിൽ എടുക്കപ്പെട്ടു. സ്വർഗീയ പർദീസയുടെ ഒരു പ്രതിച്ഛായായിരുന്നു ഏദൻ തോട്ടം. ഇന്ന് ഏദൻ തോട്ടം എവിടെയാണെന്ന് അറിയത്തില്ല. നോഹയുടെ ജലപ്രളയത്തോടുകൂടി ഏദൻ ഭൂമിക്കടിയിൽ താണുപോയി എന്നാണ്. ഈ ഏദൻ തോട്ടം ഇറാഖിലാണ്. ഇറാഖിൽ ആണ് ദൈവം തമ്പുരാൻ മനുഷ്യനെ സൃഷ്ടിച്ച മണ്ണും ഒക്കെ ഇറാഖിലാണ്. ബൈബിൾ പറഞ്ഞിരിക്കുന്ന ആ ഗോപുരങ്ങളൊക്കെ ഇറാഖിലാണ്, പാരമ്പര്യമുണ്ട്. ഇന്ന് ഏദൻ തോട്ടം ഭൂമിക്കടിയിൽ താണുപോയി, ഏതെങ്കിലും ജലപ്രളയം വന്നുകൂടി മറഞ്ഞു പോയെന്നാണ്. എന്നാൽ ഇവർ പരാജിതരായി ഇറങ്ങി നടന്നപ്പോൾ ദൈവം തമ്പുരാൻ പറഞ്ഞിരിക്കുന്ന ഒരു വാചകമാണ് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ജയിക്കുന്നവനെ ഞാൻ ദൈവത്തിന്റെ പർദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ഇതൊരു പ്രതിഫലത്തിൽപ്പെട്ട ഒരു കാര്യമാണ്, ആ ഫലം തിന്നുക എന്നുള്ളത്. അത് നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഈ ദൈവത്തിന്റെ പർദീസ അവിടെ ഉണ്ട്, ഈ തോട്ടം അവിടെ ഉണ്ട്. സ്വർഗത്തിൽ ഈ ജീവവൃക്ഷം ഉണ്ട്. ദൈവമക്കൾ മനസ്സിലാക്കണം. നമ്മൾ പരാജയപ്പെട്ട ആദാമും ഹവ്വായും പരാജയപ്പെട്ട് തങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുത്തി ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു. എന്നാൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച് വിശുദ്ധ ജീവിതം പ്രാപിച്ച് നിക്കോലാവരുടെ ഉപദേശമൊക്കെ പകച്ചുകൊണ്ട് ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വന്ന് ജയാളികളായി നമ്മുടെ ജീവിതം വിശ്വസ്തയോടെ പര്യവസാനിപ്പിക്കാമെങ്കിൽ ജയിക്കുന്നവർക്ക് വേണ്ടി ദൈവം തമ്പുരാൻ ക്രമീകരിച്ചു വെച്ചിരിക്കുന്ന ഫലമാണ് ജീവവൃക്ഷത്തിന്റെ ഫലം. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പർദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. സാക്ഷാത്തായ പർദീസ സ്വർഗത്തിലാണ്. അത് ഈ ഭൂമി അതേ പാപം ചെയ്യുന്നതിന് മുമ്പ് ഒരു സ്വർഗീയ ഗോളം പോലെയായിരുന്നു. അതെനിക്ക് അറിയാമോ? ഒരു സ്വർഗീയ ഗോളം പോലെയായിരുന്നു. മനുഷ്യന്റെ പാപത്താലാണ് ഈ സ്വർഗീയ ഗോളം എന്നുള്ള അവസ്ഥ മാറിപ്പോയത്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം മുതൽ 1-ാമത്തെ അതിന്റെ 4 വല്ല വാക്യങ്ങൾ വായിക്കുമ്പോൾ സ്വർഗത്തെയും ഭൂമിയെയും വീണ്ടും ഒന്നാക്കുവാൻ എന്നൊരു പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് വീണ്ടും ഒന്നാക്കും, സ്വർഗത്തെയും ഭൂമിയെയും വീണ്ടും ഒന്നാക്കും. അത് കർത്താവിന്റെ അതേ ആ പൊതുവാന ഭൂമിയിൽ ഇതൊരു സ്വർഗീയ ഗോളമായിരിക്കും. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു.
പുതിയ സ്വർഗം, പുതിയ ഭൂമി, പുതിയ യെരൂശലേം. ഇത് വീണ്ടും ഒന്നാക്കുന്ന ഒരു സന്ദർഭമുണ്ട്. വീണ്ടും ഒന്നാക്കാന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ഇത് സ്വർഗീയ ഗോളമായിരുന്നു, അത് നഷ്ടപ്പെട്ടു പോയി. നമ്മൾ ജയിച്ച് മരണപര്യന്തം വിശ്വസ്തരായി ജയാളികളാണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ജയിക്കുന്നവന് ഞാൻ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും എന്ന് വായിക്കുന്നു. എസെക്കിയേൽ പ്രവചനം 47-ാം അധ്യായം 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ സഹസ്രാബ്ദ യുഗത്തിലും ഈ വൃക്ഷങ്ങളുണ്ട്. ദിവസം നദിക്ക് ഇക്കരയും അക്കരയും എന്നൊക്കെ നമ്മൾ വായിക്കുന്നു. നിങ്ങളെ ബാക്കി എഴുതിയെടുത്തു. എൻ്റെ 2-3 മിനിറ്റ് കൂടെ മാത്രമേ ഉള്ളൂ. അത് ഇപ്പൊ അല്ലെങ്കിൽ പാസ്റ്റർ ലാലു പ്ലാറ്റ്ഫോമിൽ വന്ന് അത് പെട്ടെന്ന് സമയമായി എന്ന് ഓഫ് ചെയ്യാൻ തക്കൊന്നുള്ള കാരണം ഞാൻ സമയപാലകനാണ്, അതാണ്. പക്ഷെ ഞാൻ സമയത്തിന് നിർത്തും. എൻ്റെ ഉടുപ്പെ പിടിച്ച് വലിക്കാനും ഞാൻ സമ്മതിക്കത്തില്ല. സഹസ്രാബ്ദ വാഴ്ചയിലും നദിക്ക് ഇക്കരയും അക്കരയും ജീവവൃക്ഷമുണ്ടായി. അത് സഹസ്രാബ്ദ വാഴ്ചയിൽ അതിൻ്റെ 1000 ആണ്ട് വാഴ്ചയിൽ അതിൻ്റെതായ നിലയിൽ ആ ഭൂമിക്കനുസരിച്ച് ജീവവൃക്ഷമുണ്ടായി. ഇനി വെളിപ്പാട് പുസ്തകം ചില വാക്യങ്ങൾ വായിച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. പെട്ടെന്ന് വായിച്ചാൽ മതി. 22-ാം അധ്യായം 2-ാം വാക്യം വായിച്ച്. 22 വെളിപ്പാട് 22. നദിക്ക് ഇക്കരയും അക്കരയും ജീവവൃക്ഷമുണ്ട്. അക്കരയും ജീവവൃക്ഷമുണ്ട്. നിത്യതയിൽ കൊണ്ട് കേട്ടോ. നദിക്ക് ഇക്കരയും അക്കരയും ജീവവൃക്ഷമുണ്ട് കേട്ടോ. സ്വർഗീയ നദി, ആ നിത്യതി. 14-ാമത്തെ വാക്യം വായിച്ചേ. 14. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിന് ഗോപുരങ്ങൾ കൂടി നഗരത്തെ കടക്കേണ്ടതിന് തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. അത് വസ്ത്രം അലക്കണം കേട്ടോ, തുണി അനക്കാതെ വരരുത് കേട്ടോ. എന്താണ് ഈ വസ്ത്രം? ഈ ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ തങ്ങളുടെ വസ്ത്രം അലക്കണം, ജീവിതം സൂക്ഷിക്കണം. അതിന്റെ അർത്ഥം ജയാളികളായിരിക്കണം. 19-ാമത്തെ വാക്യം 19. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലത് നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. ഈ പ്രവചനത്തിൽ ആരെങ്കിലും അതിനോട് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്താൽ ജയാളികളാകത്തില്ല. ഏത് സ്തോത്രം. ഇന്ന് രാത്രിക്കാലം നമ്മുടെ ജീവിതമാകുന്ന വസ്ത്രം നൽകാം, ശുദ്ധീകരണം പ്രാപിക്കാം, ജയാളികളായി ജീവിക്കാം. പർദീസയിൽ നഷ്ടപ്പെട്ടു പോയ വൃക്ഷം, ഈ വൃക്ഷത്തിന് ഫലം നഷ്ടപ്പെട്ടു പോയിന്ന് വിചാരിച്ച് ഭാരപ്പെടണ്ട. ആദാമേ, ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പർദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. തോറ്റവരെ അല്ല, ജയിക്കുന്നവരായി കാണാൻ ദൈവം ഇടയാക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ ലാലു. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം സഹായിച്ചല്ലോ. ശക്തമായി കർത്താവ് പഠിപ്പിക്കുവാൻ ഇന്ന് രാത്രിയിലും ദൈവം ശക്തീകരിച്ചോട്ടെ. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസനെ ഇന്ന് രാത്രി ശക്തമായി ദൈവവചനം പഠിപ്പിക്കുവാൻ സ്വർഗം കരങ്ങളെടുത്ത് ഉപയോഗിച്ചതോർത്ത് സ്തോത്രം. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും അനുഗ്രഹപ്രദമായി തീർന്നതോർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത് പിന്നീട് കേൾക്കുന്നവർക്ക് എല്ലാം ഇതൊരു അനുഗ്രഹമാക്കണം. കർത്താവിന്റെ ദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം ദീർഘായുസ് കൊണ്ട് കർത്താവിന്റെ ദാസനെ പുഷ്ടിപ്പെടുത്തേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം സഹായിക്കണം. രാത്രിയിൽ എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട് സകലമാനവും മഹത്വവും എടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും നമ്മോടും ഇന്ന് ക്ലാസ് എടുത്ത കർത്താവിന്റെ ദാസനോടും എല്ലായ്പ്പോഴും എന്ന് മുതൽ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. എല്ലാവർക്കും ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു.